അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും അലിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിലെന്നും കനിവ് നിറഞ്ഞിടാൻ അക്ഷരപ്പൊരുളെ നീ കാവലേ ഗണമേ. പുതിയ പ്രഭാതം വിടരുവാനായി പുതിയ പ്രതീക്ഷ പൂവിരിയുവാനായി നന്മകൾ നിറയുമീ പൂങ്കാവുകൾ സ്നേഹം വിതയ്ക്കും വയലേലുകൾ ഞങ്ങൾ തൻ മനതാരിലെന്നുമെന്നും അക്ഷരപ്പൊരുളിൽ പ്രഭയേകണേ. അക്ഷരപ്പൊരുളിൽ പ്രഭയേകണേ. അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും അലിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിലെന്നും കനിവ് നിറഞ്ഞിടാൻ അക്ഷരപ്പൊരുളെ നീ കാവലാകണമേ. താങ്ക് യു. Thought of the day. If you want to shine like a sun, first burn like a sun. സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ പരിശ്രമിക്കണം. APJ അബ്ദുൽ കലാം. I repeat, if you want to like a sun, first burn like a sun. Mrs. Sain. ஆசை ஆசை இப்பொழுது பேராசை இப்பொழுது ஆசை தீரும் காலம் இப்பொழுது கண்ணாலும் நாள் இப்பொழுது காயங்கள் இப்பொழுது காயம் தீரும் காலம் இப்பொழுது மலையாய் எழுந்தேன் நான் இப்பொழுது மணலாய் விரிந்தேன் நான் இப்பொழுது சுவடே பதித்தாய் நீ இப்பொழுது ஆசை இப்பொழுது பேராசை இப்பொழுது ஆசை தேரும் காலம் இப்பொழுது கண்ணால் உன்னால் இப்பொழுது காயங்கள் இப்பொழுது காயம் தீரும் காலம் இப்பொழுது மலையாய் எழுந்தேன் நான் இப்பொழுது மணலாய் விரிந்தேன் நான் இப்பொழுது சுவடே பதித்தாய் நீ இப்பொழுது. Sign in by Mega. Okay. Good afternoon to all. Good afternoon, ma'am. Good afternoon, miss. Good afternoon, ma'am. നമ്മൾ ഒരു രണ്ട് ടോപ്പിക്സ് രണ്ടുപേര് ചെയ്യാനില്ലേ? അവർക്ക് പ്രിപ്പയർ ആണോ ചെയ്യാൻ? അർച്ചനയും നിധിയും. അതെ. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂമിലെ രണ്ട് ഭാഗങ്ങൾ എടുക്കാനല്ലേ? അത് റെഡി ആണെങ്കിൽ ചെയ്യാം. ചെയ്തോളൂ. ഇംഗ്ലീഷില് വായിച്ചിട്ട് വേണോ വിശദീകരിക്കാൻ? എന്തോ? ഇംഗ്ലീഷില് വായിച്ചിട്ട് വേണോ അത് വിശദീകരിക്കാൻ? എങ്ങനെയാണ് ബേബി പ്രിപ്പയർ ആയിരിക്കുന്നത്? ഞാന് എങ്ങനെയാണേലും കുഴപ്പമില്ല, മലയാളത്തിൽ എഴുതി വെച്ചു. എങ്ങനെ വേണമെങ്കിലും പ്രസന്റ് ചെയ്തോളൂ കേട്ടോ. മിസ് പേജ് നമ്പർ എത്രയാ? 180. രമ്യൊന്നും കാണാനും കൂടി ഇല്ലല്ലോ മിസ്. ഞാൻ ഇന്ന് ലാസ്റ്റ് ഡേ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് ഫിനിഷ് ആക്കിട്ട് പോന്നു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. സൗണ്ട് പോയിട്ടിരിക്കുക, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എത്ര ദിവസം പോയി? 15 days പോയി. 15 days ഇന്നലത്തോടു കൂടി ഫിനിഷ് ചെയ്തു. എനിക്ക് അവിടുന്ന് സിഗ്നേച്ചർ ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു ഇന്റേൺഷിപ്പിന്റെ. അപ്പൊ പ്രിൻസിപ്പൽ മാം ഇന്നലെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇന്നലെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിരുന്നു.
സിഗ്നേച്ചർ കൂടി വാങ്ങിക്കാനായിട്ടും പോയതാ. എന്നോട് അവിടെ തന്നെ ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു നെക്സ്റ്റ് ഇയറിലേക്ക്. ആണോ? ഓക്കെ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഏത് ക്ലാസ് ഒന്നും പറഞ്ഞിട്ട്, മേ ബി ക്ലാസ് 2, 3 ഒക്കെ ആയിരിക്കാം. ആ. പിന്നെ ഏതാണ് ലാംഗ്വേജ് ഏത് സ്കൂളാണ്? CBSE ആണ്, ശ്രീ സായി വിദ്യാപീഠം. എവിടെയാണ് സ്ഥലം? തൃശ്ശൂർ ജില്ലയില് മാങ്ങാട്ടുകര. ഒട്ടുമില്ലല്ലോ ശബ്ദം. സൗണ്ട് ഫുള്ള് പോയി. ബിക്കോസ് എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ സബ്ജക്ട് എടുത്തിരുന്നു. അപ്പൊ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ റിവൈസ് ചെയ്യിക്കും. അപ്പൊ ചില സമയത്ത് അവര് ഇൻസ്പെക്ഷൻ ഒക്കെ നോക്കും. നമുക്ക് ക്യാമറ ഒക്കെ ഉണ്ട്. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ മറ്റു മിസ്സുമാരെ ക്ലാസ്സിലൊക്കെ കൊണ്ടിട്ട് തുടങ്ങി. അവര് തലേദിവസം ടോപ്പിക് തരും, അവിടെ പോയി എടുക്കാൻ പറയും. അപ്പൊ ഭയങ്കര സൗണ്ട് എടുക്കേണ്ടി വരും. അത് കുറച്ച് ബുദ്ധിമുട്ടായി പോയല്ലോ അല്ലേ? ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ക്ലാസ് എടുക്കാൻ എനിക്ക് ഇഷ്ടമായി. ഏത് ടോപ്പിക്കാണെങ്കിലും ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് പോകും. പക്ഷെ കണ്ടിന്യൂസ് എനിക്ക് മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ ക്ലാസ്സസാ. എനിക്കൊരു ബ്രേക്ക് ഇല്ല. ബ്രേക്ക് ഇല്ലാണ്ട് എനിക്കറിയാലോ, ഞാൻ 8 ക്ലാസ് ഒക്കെ കണ്ടിന്യൂസ് എടുത്തിരുന്നതാണ്. ബുദ്ധിമുട്ടറിയാം. അതിപ്പോ നമുക്ക് പെട്ടെന്ന് ആയതുകൊണ്ടാ മനസ്സിലായി. ആകെ അവശതയും പോകും. വെള്ളിയാഴ്ച അമ്മയ്ക്കൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ആകെ ടയർഡായി പോകും. ഇരിക്കാനും കൂടി പറ്റില്ല. ബിക്കോസ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ പോണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ പോയി പറഞ്ഞു കൊടുക്കേണ്ടി ഒക്കെ വരും, ക്ലിയർ ചെയ്യേണ്ടി വരും. അവർ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ അവരുടെ അടുത്തേക്ക് പോകണം. അപ്പൊ നമുക്കങ്ങനെ വെറുതെ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് പോയി ഇരിക്കാനൊന്നും പറ്റില്ല. മോർണിംഗ് തൊട്ട് 8:30 തൊട്ട് 3 o'clock വരെ കണ്ടിന്യൂസ് അങ്ങനെയാ. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്തല്ലോ. ഓക്കെ, അടിപൊളിയായിരുന്നു മിസ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ് അല്ലേ? ഫസ്റ്റ് ഡേ ഒക്കെ പേടിച്ചിരുന്നു. അതാ മിസ്. എന്ന് വെച്ചാ എന്താ പറയാ, എന്താ ചോദിക്കാന്ന് അറിയില്ലല്ലോ, എന്ത് ക്ലാസ് എടുക്കണം, പ്രിപ്പയർ ചെയ്തത് എന്താണെന്ന് അറിയില്ല. പക്ഷെ ആ ഒരു ഒറ്റ ദിവസം ഉണ്ടായിരുന്നില്ല. എല്ലാരോടും എനിക്ക് പറയാൻ അതന്നെയാണ്, ഫസ്റ്റ് ഡേ പേടിക്കണം. പിന്നെ അങ്ങോട്ട് നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോയിക്കോളും. അതെ. ആകെ പ്രശ്നം ജൂൺ തുടങ്ങി ജോയിൻ ചെയ്യാലോ അല്ലേ? മെയ്യിൽ പോണം. മെയ് തുടങ്ങി ജോയിൻ ചെയ്യണം. മെയ് എന്ത് സ്കൂളാ അപ്പൊ അത്? CBSE ആണ്. CBSE. ശരി, ഓക്കെ. നബിയ, നബിയുടെ ടോപ്പിക് ഏതായിരുന്നു? യൂണിഫോംസിന്റെ 5 തൊട്ട് 9 വരെ. ഓക്കെ, പറഞ്ഞോളൂ. അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. ഷൂസുകളുടെ പോരായ്മകളെ കുറിച്ച്. ചെറിയ കുട്ടികൾക്ക് ഷൂസ് ധരിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഷൂസ് ധരിക്കുമ്പോൾ ധരിക്കാനും അഴിക്കാനും കുട്ടികൾക്ക് പ്രയാസമുണ്ടാകാം. കൂടാതെ ദീർഘനേരം ഷൂസ് ധരിക്കുന്നത് അവരുടെ പാദങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനുള്ള സാധ്യതയെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. 6. വൈകി വരുന്നവരെ കുറിച്ച്. വൈകി വരുന്നവർ 2 തരമുണ്ട്. പതിവായി വൈകി വരുന്നവരും വല്ലപ്പോഴും വൈകി വരുന്നവരും. സാധാരണ കൃത്യസമയത്ത് എത്തുന്നവരും അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ, മഴ, അസുഖം എന്തെങ്കിലും കാരണങ്ങളാൽ വല്ലപ്പോഴും വൈകി പോകുന്നവരുമായ കുട്ടികൾ. 7. കുട്ടികൾ പലപ്പോഴും തങ്ങളുടെ പാഠപുസ്തകങ്ങളോ നോട്ട്ബുക്കുകളോ അശ്രദ്ധമായി കൈകാര്യം ചെയ്യാറുണ്ട്. പുസ്തകങ്ങളുടെ പേജുകൾ കീറുന്നതും അവ വൃത്തിഹീനമായി സൂക്ഷിക്കുന്നതും ഒഴിവാക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശമാണിത്. സാധനങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. കുട്ടികൾ പെൻസിൽ, പേപ്പർ, സ്ലേറ്റ്, പെൻസിൽ തുടങ്ങിയ ചെറിയ ചെറിയ സാധനങ്ങൾ ഇടയ്ക്കിടെ കളഞ്ഞു പോകാറുണ്ട്. ഇങ്ങനെ സാധനങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ പുതിയത് വാങ്ങാൻ മാതാപിതാക്കളോട് ആവശ്യപ്പെടും. എന്നാൽ ഒരേ സാധനം തന്നെ ആവർത്തിച്ച് വാങ്ങേണ്ടി വരുന്നത് മാതാപിതാക്കളെ ദേഷ്യം പിടിപ്പിക്കുന്നതാണ്. കുട്ടികളെ സ്വന്തം സാധനങ്ങൾ ഉത്തരവാദിത്തത്തോടെ സൂക്ഷിക്കാൻ ശീലിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ പോയിന്റ് വ്യക്തമാക്കുന്നത്. ഓരോ ദിവസവും സ്കൂൾ വിട്ടു വരുമ്പോൾ ബാഗിലെ സാധനങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ അവരെ ശീലിപ്പിക്കുക. 9. കുട്ടികളിൽ നിന്ന് അവധി അപേക്ഷ വാങ്ങുന്നതിനെ കുറിച്ച്. ജപ്പാനീസ് രീതിയിലുള്ള പ്രത്യേക ക്ലാസ്, ഹീറോ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ്, ഓരോ കുട്ടിയുടെയും അത് അതിനൊപ്പം വരുന്നല്ല. അത് ഞാൻ പഠിപ്പിച്ചു തന്നല്ലേ? ഇത് വേറെയാണ് കേട്ടോ. വേറൊരു ക്ലാസ് റൂമിനെ പറ്റിയുള്ളതാണ്. അതിന്റെ നോട്ട്സ് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ വെച്ച് തന്നെ. അത് കണ്ടില്ല തോന്നുന്നു ക്ലാസ്സിൽ. കേട്ടിട്ടുണ്ടാവില്ല ക്ലാസ്സിൽ. ഓക്കെ, ഉണ്ടായിരുന്നില്ല. പിന്നെ റെക്കോർഡ് ക്ലാസ് കാണാൻ പറ്റിയില്ല.
ഓക്കെ ശരി. അർച്ചന ഉണ്ട് ഇപ്പൊ? അർച്ചന ഉണ്ടോ? ഇല്ല. അർച്ചനയുടെ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, അർച്ചന എടുത്തിട്ടില്ല. യെസ്. ഓക്കെ, നബിയ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണോട്ടോ ക്ലാസ് എടുക്കാൻ. എടുക്കരുത്, കോൺഫിഡന്റ് ആയിട്ട് ക്ലാസ് എടുക്കണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും PDF കാണാൻ പറ്റുന്നുണ്ടോ? യൂണിറ്റ് 7 കാണാം. ഈ ഹസ്ന എന്താ ക്ലാസ്സിൽ കയറാത്ത? ക്ലാസ്സിലില്ലേ? എപ്പോഴും കാണാറില്ലല്ലോ ഇപ്പൊ. എപ്പോഴും സൈൻ ഔട്ട് പറയാനുണ്ടോ? ഇന്റേൺഷിപ്പിന് പോയിട്ടാന്ന് തോന്നണേ. ഇന്റേൺഷിപ്പ് ഉണ്ടെന്ന് തോന്നണേ. ഓക്കെ ശരി. നമ്മൾ ഇന്നലെ പ്രോഗ്രാംസ് ആൻഡ് വേരിയസ് കൈൻഡ്സ് വാല്യൂസ് ആണ് എടുത്തത്. അതില് എത്ര പോയിന്റ്സ്? 4 പോയിന്റ്സ് വരെ പറഞ്ഞു അല്ലെ? സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് വരെയാണ് എടുത്തത് അല്ലെ? അതായത് ചില സബ്ജക്ട്സുകൾക്ക് മാത്രമേ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളത്. ചില സബ്ജക്ട്സിൽ മാത്രമാണ് കുറച്ച് വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഗ്രാംസുകൾ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അതിൽ പറഞ്ഞ ടോപ്പിക്സുകൾ ഏതൊക്കെയായിരുന്നു സബ്ജക്ട്സുകൾ? സോഷ്യൽ സ്റ്റഡീസ്, ലാംഗ്വേജ്, സയൻസ്. ഓക്കെ, ഈ 3 സബ്ജക്ട്സ് ആണ് പ്രധാനമായിട്ട് നമുക്ക് എന്താണ് ഇതിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സസ് സിറ്റുവേഷൻസ് ഒരുക്കാൻ പറ്റും. ഇനി അപ്പൊ നമ്മൾ അതിൽ പറഞ്ഞ സോഷ്യൽ സ്റ്റഡീസിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിൽ ഇത്ര അല്ലെങ്കിൽ ഈ 3 സബ്ജക്ട്സ് പഠിക്കുന്നതോടുകൂടി നമുക്ക് എന്താണ് 3 രീതിയിലുള്ള വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന് എന്താണ്? ഒന്ന് യൂണിറ്റി ഓഫ് റിലീജിയൻ, സെക്കൻഡ് വൺ നാഷണൽ ഇന്റഗ്രേഷൻ, സയന്റിഫിക് ടെമ്പർ ആൻഡ് സിറ്റിസൺഷിപ്പ്. യൂണിറ്റി ഓഫ് റിലീജിയൻ ഇന്നലെ പറഞ്ഞല്ലോ. എന്താണ് യൂണിറ്റി ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്? ഇന്ത്യക്ക് നമ്മൾ പറഞ്ഞു, ഇന്ത്യക്ക് എന്താണ്? ഇന്ത്യക്ക് പ്രത്യേകമായ ഒരു മതമല്ല, ഇതൊരു സെക്യുലർ സിസ്റ്റം ആണ്. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ അല്ലെ? അപ്പൊ നമ്മളിവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വാല്യൂസ് പഠിക്കുമ്പോൾ മതങ്ങളെ കുറിച്ചിട്ട് കുട്ടികൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ റൈറ്റ് ടു റിലീജിയൻ എന്നൊരു ഒരു റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഭരണഘടനയെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ്, മൊത്തം കാര്യങ്ങൾ നമ്മൾ എന്താണ് സോഷ്യൽ സ്റ്റഡീസ് ഉള്ള സബ്ജക്ട്സിലാണ് പഠിക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ കുട്ടികൾക്ക് എന്താണ് ആ നേഷനോടുള്ള ഒരു എന്താ പറയാ സ്നേഹം അല്ലെങ്കിൽ ആ രാജ്യത്തോടുള്ള സ്നേഹം കുട്ടികൾ ഡെവലപ്പ് ചെയ്യാനും അല്ലെങ്കിൽ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഹിസ്റ്ററി പോലുള്ള സബ്ജക്ട്സ് പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ചരിത്രാതീത കാലം മുതൽ ഉണ്ടായിരുന്ന ആ ഹിസ്റ്റോറിക്കൽ ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ആ ഒരു സംഭവങ്ങള് അല്ലെങ്കിൽ എന്താ പറയുക വിപ്ലവങ്ങളെ കുറിച്ച് കുട്ടികൾ പഠിക്കുമ്പോൾ എന്താണ് കുട്ടികൾക്ക് അതിൽ നിന്ന് കണ്ടെത്താവുന്ന വാല്യൂസ് കുട്ടികൾ മനസ്സിലാക്കിയാണ്. ഓക്കെ, അതങ്ങനെ എല്ലാ സബ്ജക്ട്സിനും ഇതേപോലുള്ള ചെറിയ സബ്ജക്ട്സുകൾക്ക് മാത്രമേ സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂ. പിന്നെ അതേപോലെ നാഷണൽ ഇന്റഗ്രേഷൻ, ദേശീയോദ്ഗ്രഥനത്തെ കുറിച്ച് പഠിക്കുന്നത് നമ്മുടെ സോഷ്യൽ സ്റ്റഡീസിലാണ്. ദെൻ സയന്റിഫിക് സെൻസ്, ടെമ്പർ ആൻഡ് സിറ്റിസൺഷിപ്പ്. എന്താണ് സയന്റിഫിക് ടെമ്പർ എന്ന് പറയുന്നത്? സയന്റിഫിക് ടെമ്പർ ആൻഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? മനോഭാവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ? അതായത് രാഷ്ട്രത്തോടുള്ള മനോഭാവങ്ങൾ അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ രാഷ്ട്രത്തിനോടുള്ള കടമകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു പൗരന്റെ കടമകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തരം സബ്ജക്റ്റുകളിലൂടെയാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനാൽ നമുക്ക് ചില ക്ലാസ് റൂം സബ്ജക്ട്സിലൂടെ നമുക്ക് എന്താണ് കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്ത് പലതരത്തിലുള്ള വാല്യൂസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ 4ാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏതാണ്? സ്പെഷ്യൽ ക്ലാസ് റൂം സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കൾച്ചറൽ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. Cultural recreational activities. Pupils may be able to develop artistic talent and skills. The undermentioned occasions may be utilized for the purpose. എന്താണ് കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്? എന്താണ് പറയേ? സ്കൂളിലൊക്കെ പോയവരല്ലേ നിങ്ങള്? ഓരോരുത്തർക്കും ഓരോ ടാലന്റ് ഉണ്ടാവില്ലേ, സ്കില്ല്. സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുട്ടികളുടെ ആർട്ടിസ്റ്റിക് ടാലന്റുകൾ, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിരവധി പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒന്നാണ് എന്ത് ആനുവൽ ഡേയ്സ് അല്ലെങ്കിൽ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്ന പ്രോഗ്രാംസുകളൊക്കെ അല്ലെ? യെസ്. അപ്പോ ഇതിൽ ആദ്യത്തെ പ്രോഗ്രാം എന്താ കൊടുത്തിരിക്കുന്നത്? ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറി, സ്പോർട്സ് ഡേ എക്സെട്ര. ഓപ്പറേറ്റിംഗ് സ്കൂൾ ആനിവേഴ്സറി, സ്പോർട്സ് ഡേ എക്സെട്ര. സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്ന പ്രധാന പരിപാടികൾ ഒന്നാണ് ഇവിടെ സ്കൂൾ ആനുവൽ ഡേ കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? അതായത് കുട്ടികളുടെ എല്ലാത്തരം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ടാലന്റുകൾ അല്ലെങ്കിൽ അവരുടെ വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നത് എപ്പോഴാണ്? ഇത്തരം ആനുവൽ ഡേയ്സിലൊക്കെയാണ് നമ്മളത് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്പോർട്സ് ഡേയിൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? അവരുടെ
അതായത് എന്താ പറയാ കായികമായിട്ടുള്ള എല്ലാത്തരം കഴിവുകളെ വികസിപ്പിച്ചെടുക്കുന്നതിന് സ്പോർട്സ് ഡേസ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലൂടെയാണ് പല എനിക്ക് ഇതിനിടയ്ക്ക് സ്പോർട്സ് ഡേയുടെ പണിയും കിട്ടി. ഡ്യൂട്ടി ഉണ്ടായിരുന്നു അല്ലേ? 2 ദിവസം ഇവിടെ സ്പോർട്സ് ഡേ ആയിരുന്നു. അപ്പൊ അതിനും അവര് വെറുതെ വിട്ടില്ല, അതിനും പണി കിട്ടിണ്ടായിരുന്നു. വെയിലത്ത് നിന്ന് ഓടാൻ നിൽക്കുന്നോടത്തായിരുന്നോ? ഓട്ട മത്സരത്തിന്റെ അവിടെയായിരുന്നോ? അല്ല, വെയിലത്ത് നിന്നിട്ട് മറ്റേ ജഡ്ജ് ചെയ്യില്ലേ നമ്മള്, 2 ടീച്ചേഴ്സാണ് ഓരോന്നും ജഡ്ജ് ചെയ്യാൻ നിർത്തുക. അപ്പൊ കുട്ടികളുടെ 300 മീറ്റർ റേസിന്റെ, പിന്നെ ലെമൺ സ്പൂണിന്റെ, ഫ്രോഗ് ജമ്പിന്റെ, അങ്ങനെ എല്ലാത്തിനും കിട്ടുന്നുണ്ടായിരുന്നു പണി. അപ്പൊ ഇതൊക്കെ സംഘടിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികളുടെ ഇത്തരത്തിലുള്ള ആർട്ടിസ്റ്റിക് ടാലന്റുകളും മറ്റ് സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ എന്താണ് സ്പോർട്സ് റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസിലായിരിക്കും ഏറ്റവും കൂടുതൽ അവര് പങ്കെടുക്കുന്നത് അല്ലെ, പ്രത്യേകിച്ച് ആൺകുട്ടികളും പെൺകുട്ടികളും രണ്ടുപേരുണ്ടല്ലോ. ഇപ്പൊ രണ്ടുപേരും മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം പ്രോഗ്രാംസുകൾ സംഘടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസിൽ വരുന്ന മറ്റൊന്നാണ് എന്ത്, നമ്മൾ കൾച്ചറൽ ഫെസ്റ്റിവൽസുകൾ ഓർഗനൈസ് ചെയ്യും, ആർട്ട് എക്സിബിഷൻസ്, മ്യൂസിക്കൽ പെർഫോമൻസ്, ലിറ്ററസി ഡിസ്പ്ലേസ് ഇതിലായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, കൾച്ചറൽ ഫെസ്റ്റിവൽസ് എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ്? കൾച്ചറൽ ഫെസ്റ്റിവൽസ് നമ്മൾ ഓണം സെലിബ്രേഷൻ ഒക്കെ ചെയ്യാറില്ലേ, ക്രിസ്മസ് സെലിബ്രേഷൻ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടികൾക്ക് ആ ഒരു കൾച്ചറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു ഫെസ്റ്റിവൽസിനെ കുറിച്ച്, ഓണം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്, ഓണം എന്തിന്റെ പ്രതീകമാണ് അല്ലെ, ആ വാല്യൂസ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി ഓണം ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടത്തെ കുറിച്ച്, മഹാബലിനെ കുറിച്ചിട്ടൊക്കെ കുട്ടികൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതൊക്കെ ഇത്തരത്തിൽ ആഘോഷങ്ങൾ നമ്മൾ കൊണ്ടാടുമ്പോഴാണ് അല്ലെ. അപ്പൊ അതിന്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും അതിന്റെ മൂല്യങ്ങളും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരം ഫെസ്റ്റിവൽസുകൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോഴാണ്. അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയല്ല നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ജസ്റ്റ് എന്റർടൈൻമെന്റിന് മാത്രമല്ല, അതിനൊരു പർപ്പസ് ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ആർട്ട് എക്സിബിഷൻസ്, കുട്ടികളുടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആർട്ടുമായി ബന്ധപ്പെട്ട് ചില കുഞ്ഞുങ്ങൾ ക്രാഫ്റ്റ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്യാറുണ്ട്, ചീപ്പായിട്ടുള്ള പ്രൊഡക്ട്സ് എന്താണ് വർക്ക്സുകളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, കുട്ടികളുടേത് മാത്രമായിട്ടുള്ള ടാലന്റ് വികസിപ്പിക്കാനായിട്ട് നമ്മൾ ആർട്ട് എക്സിബിഷൻസ് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അത് എല്ലാ കുട്ടികളും പറ്റുന്ന രീതിയിൽ മാക്സിമം കുട്ടികൾ പങ്കെടുക്കും. അറിയാവുന്നവർ കുറച്ചും കൂടി എന്താണ് നല്ല രീതിയിലുള്ള മെറ്റീരിയൽസുകൾ അവിടെ എക്സിബിറ്റ് ചെയ്യും. പിന്നെ അതേപോലെ നമ്മൾ മ്യൂസിക്കൽ പെർഫോമൻസ് സംഘടിപ്പിക്കാറുണ്ട്. അതിൽ മ്യൂസിക്കൽ ടാലന്റിലുള്ള കുട്ടികളായിരിക്കും അതിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, കുട്ടികളുടെ ഒരു അവസരമാണ് അതൊക്കെ പങ്കെടുക്കാൻ വേണ്ടി നമുക്ക് സ്കൂളുകൾ ഓർഗനൈസ് ചെയ്യുന്ന എന്താണ്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതൊക്കെ കുട്ടികൾക്ക് ഒരു അവസരം കൊടുക്കുന്നത് സ്കൂള് തന്നെയാണ് അല്ലെ. അപ്പൊ അതായത് അവരുടെ എല്ലാ കഴിവുകളും പരിപോഷിപ്പിക്കുന്ന ഏറ്റവും സപ്പോർട്ടീവ് ഹാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് സ്കൂളിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ തന്നെയാണ് അല്ലെ. ലിറ്ററസി ഡിസ്പ്ലേസ്, എന്താണ് ലിറ്ററസി ഡിസ്പ്ലേസ്? ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, അത് ഇവിടെ ലിറ്ററസി ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്തത്. ഞാൻ ചെന്നൈന്റെ 2nd ഡേ ആയിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. അതായത് പ്രത്യേകിച്ച് അത് KG സെക്ഷനിലേക്ക് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇപ്പൊ കുട്ടികൾക്കുള്ള അവരെ റീഡിങ് സ്കിൽസ് ഒക്കെ എല്ലാ സ്കൂളും കണ്ടക്ട് ചെയ്യില്ല, കാരണം ഇത്തിരി ടാസ്ക് ആണത്. കുട്ടികൾക്ക് എത്രത്തോളം അവരെ റീഡിങ് സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ലെറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, അതിന് പ്രൊനൗൺസിയേഷൻ കിട്ടുന്നുണ്ടോ, അതൊക്കെ ഐഡന്റിഫൈ, പേരൻസിന് തന്നെ അവരെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് വായിപ്പിക്കാനും ഐഡന്റിഫൈ ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അപ്പൊ അതിലൂടെ പേരൻസിനും മനസ്സിലാവും എത്രത്തോളം അവരുടെ കുട്ടികൾ സ്കിൽഡ് ആണ്, എത്രത്തോളം പഠിച്ചു, സെന്റൻസ് ഒക്കെ റീഡ് ചെയ്യാനും ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതെല്ലാം തന്നെ എന്താണ്, കൾച്ചറൽ ആൻഡ് റീക്രിയേഷണൽ ആക്ടിവിറ്റീസിൽ വരുന്ന കാറ്റഗറീസ് ആണ് കേട്ടോ. കൾച്ചറൽ ഫെസ്റ്റിവൽ, ആർട്ട് എക്സിബിഷൻസ്, മ്യൂസിക്കൽ പെർഫോമൻസ് ആൻഡ് ലിറ്ററസി ഡിസ്പ്ലേസ് എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത എന്താ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം? Inspire students to participate in hobbies, games, sports, drama, folk dance, recreation, all mirroring ideas like unity of our heritage and religious toleration, etc. ഇനി ഇവിടെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്? കുട്ടികളുടെ ഹോബീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗെയിംസുകൾ, സ്പോർട്സ്, ഡ്രാമ, ഫോക്ക് ഡാൻസസ്, ഇത്തരം കാര്യങ്ങൾ. അതായത് അവർക്ക് ടേസ്റ്റ് ഉള്ള ഏതൊക്കെ കാര്യങ്ങളാണോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള പ്രോഗ്രാംസ് നമ്മൾ കണ്ടെത്തും. ഓക്കെ, അതോടൊപ്പം തന്നെ എന്താണ്, നമ്മളുടെ രാജ്യസ്നേഹത്തെ കുറിച്ച്, റിലീജിയസിന്റെ ടോളറേഷൻസിനെ കുറിച്ചിട്ടുള്ള റെസിറ്റേഷൻസ്, അല്ലെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള എന്താണ് കവിതകളോ പാരായണങ്ങളോ അല്ലെങ്കിൽ കഥകളൊക്കെ കുട്ടികളെ കൊണ്ട് ഞാൻ റെസിറ്റേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, അപ്പൊ അതും എന്താണ്, നമ്മുടെ കുട്ടികളുടെ ടാലന്റഡ് അല്ലെങ്കിൽ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്ന കുറച്ച് പ്രോഗ്രാംസുകളാണ്. ഓക്കെ, പിന്നെ operating inter as well as intra school competition in different areas. Operating inter as well as intra school competition in different areas. എന്താ പറയുന്നത്, എന്താണ് ഇൻട്രാ സ്കൂൾ കോമ്പറ്റീഷൻ?
നമ്മുടെ സ്കൂളിനകത്തുള്ള കോമ്പറ്റീഷൻ തന്നെയാണോ? നമ്മുടെ കലോത്സവത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം അല്ലെ. കലോത്സവത്തിന്റെ പ്രത്യേകത എന്താണ്? മറ്റു സ്കൂളിലേക്ക് പോയിട്ടല്ലേ നമ്മള് മറ്റു സ്കൂളാണ്, മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ, മറ്റൊരു സ്കൂൾ അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയി എന്താണ്, അവിടെ പല പല കുട്ടികളുമായിട്ട് അല്ലെ പല പ്രോഗ്രാംസ് ഒരു കോമ്പറ്റേറ്റീവ് ഫീലിങ്സ് കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യുന്നത്, മത്സരബുദ്ധി കുട്ടികൾക്ക് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. കാരണം അതായത് നമ്മൾ നമ്മുടെ സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ടീച്ചേഴ്സ്, അവിടുത്തെ കുട്ടികൾ, അവിടുത്തെ പ്രോഗ്രാംസ്, ഇതെല്ലാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അതെല്ലാം തന്നെ കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കലോത്സവങ്ങളിലൊക്കെ പോകുമ്പോഴാണ് പല സ്കൂളുകൾ, ഒരു സ്കൂൾ മാത്രമല്ല അവിടെ എത്തിച്ചേരുന്നത് അല്ലെ, പല സ്കൂളുകളിലെ കുട്ടികള്, അധ്യാപകര് മുതലായ പാരന്റ്സ് അല്ലെങ്കിൽ പല പല വെറൈറ്റി ഓഫ് എന്താ പറയാ പ്രോഗ്രാംസുകൾ അല്ലെ, പല പല പ്രോഗ്രാംസുകളൊക്കെ കുഞ്ഞുങ്ങൾ കാണാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് എന്താണ് ഇൻഫ്ലുവൻസ്, ചിലപ്പോൾ അതിൽ ഡ്രാമ, പല രീതിയിലുള്ള ഡ്രാമാസ് ഉണ്ട് അല്ലെ, നാടകങ്ങള്, പല ടോപ്പിക്സ് റിലേറ്റ് ചെയ്ത നാടകങ്ങൾ പല സ്കൂളുകൾ വേറെ വേറെ രീതിയിലായിരിക്കും അവതരിപ്പിക്കുന്നത്. ഇപ്പൊ രാഷ്ട്ര സ്നേഹത്തെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക് എടുത്തത്, അതൊക്കെ തീമായിരിക്കും. ആ തീം കൊണ്ടുവന്നിട്ട് എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഉള്ള നാടകങ്ങളൊക്കെ കുട്ടികൾ സംഘടിപ്പിക്കും. അപ്പൊ അത് സംബന്ധിച്ചിടത്തോളം അപ്പൊ അങ്ങനെ പല സ്കൂളുകളുമായിട്ട് ഇടപെടാൻ പറ്റുന്നതോറും എന്താണ് കുട്ടികൾ വേറെ വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവരിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, ബിഹേവിയർ മാത്രമല്ല കുട്ടികളെ പല മൂല്യങ്ങളും മറ്റ് സ്കൂളുകളിൽ പോയി എന്താണ് പഠിച്ചിട്ടുള്ളത്. അവരുടെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ എന്താണ് കുട്ടികൾ കൃത്യമായി ഒബ്സർവ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കൾച്ചറൽ റീക്രിയേഷൻ ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നതോടുകൂടി കുട്ടികളുടെ എന്താണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, കുട്ടികളുടെ ടാലന്റും സ്കില്ലും ഏറ്റവും കൂടുതൽ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതിലൂടെ മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം, പൗരത്വ പരിശീലന പരിപാടി അല്ലെ. The pupil may be imparted adequate training in citizenship and other civic virtues. The following measures may be implemented. കുട്ടികളില് ഒരു സിറ്റിസൺ അല്ലെങ്കിൽ പൗരൻ എന്ന ബോധം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും. ഓക്കെ, ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് എന്തിനാണ്, ഒരു നല്ലൊരു പൗരനാക്കി മാറ്റിയെടുക്കുക, നല്ലൊരു സിറ്റിസൺ ആക്കി മാറ്റിയെടുക്കാനായിട്ട് കുട്ടികളെ ഏതൊക്കെ രീതിയിലുള്ള പരിശീലനങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് സ്കൂളിൽ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ പോയിന്റ് എന്താണ്, റെഗുലർലി ഓർഗനൈസിംഗ് സ്കൂൾ അസംബ്ലി, ഹോസ്റ്റിംഗ് ദ നാഷണൽ ഫ്ലാഗ് ആൻഡ് സിംഗിങ് ദ നാഷണൽ ആന്തം. ഫസ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, റെഗുലർലി ഓർഗനൈസിംഗ് സ്കൂൾ അസംബ്ലി അല്ലെ, എല്ലാ ദിവസവും നമ്മള് സ്കൂൾ അസംബ്ലി അറേഞ്ച് ചെയ്യുക അല്ലെ, മാത്രമല്ല നാഷണൽ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുക, നാഷണൽ ആന്തം ചൊല്ലുക. ഇതുവഴി എന്താണ് കുട്ടികളിൽ ആ ഒരു രാജ്യത്തോടുള്ള സ്നേഹം അല്ലെങ്കിൽ യൂണിറ്റി അതായത് കുട്ടികൾക്ക് എന്താണ് സിവിക് ആയിട്ടുള്ള ടെമ്പർ ഒക്കെ കുട്ടികൾക്ക് എന്താണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസുകൾ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിരന്തരമായിട്ട് ഡെയിലി എന്താണ് നമ്മൾ അസംബ്ലി കണ്ടക്ട് ചെയ്യാനാണ് പറയുന്നത്. മാത്രമല്ല നാഷണൽ ആന്തം പാടുമ്പോ അല്ലെ, നാഷണൽ ആന്തത്തിൽ നമ്മൾ എന്താ പാടുന്നത്, നമ്മുടെ നേഷനെ കുറിച്ചിട്ടാണ് അല്ലെ. അത് കുട്ടികൾ അതിലെ ഓരോ അർത്ഥവത്തായ വാക്കുകളും ഓരോ കുഞ്ഞുങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഇനി സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്രോഗ്രാം എന്താണ്, നമുക്ക് ക്ലാസ് റൂമുകളിലെ മോക്ക് പാർലമെന്റ് സംഘടിപ്പിക്കാൻ പറ്റും. എന്താണ് മോക്ക് പാർലമെന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ലോക്കൽ ആയിട്ടുള്ളതും നാഷണൽ ആയിട്ടുള്ള ഇഷ്യൂസുമായി സംഘടിപ്പിച്ചുകൊണ്ട് മോക്ക് പാർലമെന്റ്സ്, അതായത് നമ്മൾ പാർലമെന്റ് കണ്ടിട്ടില്ലേ നിങ്ങള്, പാർലമെന്റ് നോർമൽ പാർലമെന്റ് എങ്ങനെയാണോ അത് നമ്മൾ സ്കൂളിൽ സംഘടിപ്പിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതൊക്കെ ചെയ്യുന്നത് സോഷ്യൽ സയൻസ് ക്ലബിന്റെ ഒക്കെ ആഭിമുഖ്യത്തിലായിരിക്കും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഏതെങ്കിലും ഒരു ടോപ്പിക് ഇവർക്ക് കൊടുക്കും. അതായത് ഇപ്പൊ ഒരു പാർലമെന്റിൽ ആരൊക്കെയാണോ മെമ്പേഴ്സ് ഉള്ളത് അത്രയും കുട്ടികളെ നമ്മൾ ആ ഒരു ക്ലാസ് റൂമിൽ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ ടോപ്പിക് കൊടുത്തതിന് ശേഷം അതിനെപ്പറ്റി ഡിബേറ്റ് ചെയ്യാൻ പറ്റും, അതായത് സംവാദം ചെയ്യാനായിട്ട് അല്ലെ. ഡിബേറ്റ് എന്താണെന്ന് അറിയാലോ, ഇടികൂട്ടരുന്നത്. പാർലമെന്റിൽ അങ്ങനെയല്ല, നമ്മൾ കണ്ടിട്ടില്ലേ ന്യൂസിലൊക്കെ ആ ഒരു സബ്ജക്റ്റും ആ ടോപ്പിക്കിനുമായി ബന്ധപ്പെട്ട് അവരെ ഡിസ്കസ് ചെയ്യും, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തും. അതിന് കുട്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടോപ്പിക്സുകൾ സെലക്ട് ചെയ്തുകൊണ്ട് എന്താണ് ഇപ്പൊ എൻവയോൺമെന്റൽ ത്രെട്ടിനെ കുറിച്ച് അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ട് നമ്മളുടെ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതായിരിക്കും ചിലപ്പോൾ ഒരു ടോപ്പിക്. അങ്ങനെ ഒരു ടോപ്പിക് കൊടുത്ത കുട്ടികൾക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റും അല്ലെ. എങ്ങനെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം, എന്താണ് പരിസ്ഥിതിന് ദോഷകരമാകുന്ന കാരണങ്ങൾ, എങ്ങനെയാണ് പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ്
കുട്ടികൾ അവിടെ ഡിസ്കസ് ചെയ്യും അല്ലെ. അപ്പൊ പരസ്പരം കുട്ടികൾ എന്നാൽ പല കുട്ടികളുമായിട്ടൊരു കോപ്പറേഷൻ വരുന്നുണ്ട്, യൂണിറ്റ് വരുന്നുണ്ട്, പല അഭിപ്രായങ്ങൾ ഇവിടെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ഡിസ്കഷൻ വരുന്നുണ്ട് അല്ലെ. അപ്പൊ താൻ ഒരു പൗരൻ എന്ന നിലയിൽ പല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇത്തരം പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത് വഴി അത് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് കുട്ടികളെ അത് സഹായിക്കുന്നു. ഓക്കെ, സ്കൂളുകളിൽ നിന്ന് നമ്മളൊരു മോക്ക് പാർലമെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ ഇതുപോലെ മോക്ക് പാർലമെന്റ് അറേഞ്ച് ചെയ്യുന്നത് കുട്ടികളുടെ സിറ്റിസൺഷിപ്പിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി മാം. Next one, arranging trip to places of cultural, religious and historic importance. Arranging trip to places of cultural, religious and historic importance. നമ്മൾ എന്താണ് ട്രിപ്സ് അറേഞ്ച് ചെയ്യുക. ഇതിനു വേണ്ടിയിട്ടാണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്ങിന്റെ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. ഹിസ്റ്റോറിക് ഇമ്പോർട്ടന്റ് ഉള്ള പ്ലേസിലേക്ക് കുട്ടികളെ നമ്മൾ ഫീൽഡ് വിസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ടൂർ കൊണ്ടുപോകുന്നത് അല്ലെ, അല്ലെങ്കിൽ ട്രിപ്സ് അറേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഇത് വിസിറ്റ് ചെയ്യുമ്പോൾ അതായത് അവർ പാഠഭാഗങ്ങളിൽ പഠിച്ചിരിക്കുന്ന ആ ഭാഗങ്ങളെല്ലാം തന്നെ അവർ റിയലിസ്റ്റിക് ആയിട്ട് കാണാൻ പോവാണ് അല്ലെ. നേരിട്ട് കാണുന്നതിനനുസരിച്ച് അവർക്ക് വേറെ രീതിയിലുള്ള അനുഭവങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്നത് അല്ലെ. ശരിക്കും ട്രിപ്പ് എന്ന് പറയുമ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ആണ്. അവർ പഠിച്ച കാര്യങ്ങൾ, അവരുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ചരിത്രപരമായിട്ടുള്ള വസ്തുക്കൾ അവർ നേരിട്ട് കാണാം അല്ലെ. അല്ലെങ്കിൽ ആ ചരിത്രത്തിന് ഇമ്പോർട്ടൻസ് എന്നതിനൊക്കെ ഒരു സത്യമാണെന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നത് എന്താണ് ആ പാലസ്. ഇപ്പൊ പാലസ് ആണ് വിസിറ്റ് ചെയ്യുക, പാലസിന് ഒരു ചരിത്രം കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഏത് കൊട്ടാരമാണെങ്കിൽ അതിനെ കുറിച്ചുള്ള ചരിത്രം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ഇമ്പോർട്ടൻസ് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കി. ഇപ്പൊ നമ്മൾ പോകുമ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്ന പ്ലേസസ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള റിലീജിയസ് ആയിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസുകൾ സെലക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് വേണ്ടി അങ്ങനെ ഒരു ട്രിപ്സുകൾ അറേഞ്ച് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വൺ, സെലിബ്രേറ്റിംഗ് നാഷണൽ ഫെസ്റ്റിവൽസ്. എല്ലാ നാഷണൽ ഫെസ്റ്റിവൽസും നമ്മുടെ സ്കൂളുകളിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പ്രധാനമായിട്ട് ഏതൊക്കെയാണ്? ഒന്ന് ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ. മൂന്ന് എന്തായാലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് അല്ലെ. ഇൻഡിപെൻഡൻസ് ഡേ, അതേപോലെ റിപ്പബ്ലിക് ഡേ, വേൾഡ് എൻവയോൺമെന്റ് ഡേ. അപ്പൊ ഈ നാഷണൽ ഫെസ്റ്റിവൽസിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ആ ഫെസ്റ്റിവലിന്റെ പ്രാധാന്യം എന്താണെന്ന് കുട്ടികൾ റിയലൈസ് ചെയ്യും അല്ലെ. ഇൻഡിപെൻഡൻസ് ഡേ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു കഷ്ടപ്പാട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അത് ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്നതിന്റെ ആ ഒരു പ്രാധാന്യം എന്തൊക്കെയാണ് കുട്ടികൾ ഇത്തരം ഫെസ്റ്റിവൽസ് ആചരിക്കുന്നവർക്ക് കുട്ടികൾ മനസ്സിലാക്കും. ഓക്കെ, അതേപോലെ തന്നെ വേൾഡ് എൻവയോൺമെന്റ് ഡേ അത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് പരിസ്ഥിതിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിന്റെ ആ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നിർബന്ധമായിട്ടും ചൂസ് ചെയ്യേണ്ട ഒന്നാണ് അല്ലെങ്കിൽ കുട്ടികളാണ് ഇപ്പൊ നമ്മൾക്ക് ഇനി സംരക്ഷിക്കാൻ പറ്റുന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് മാത്രമാണ് അല്ലെ. ഒരു തലമുറ ഏകദേശം തീരാറായി, ഇനി വരാൻ പോകുന്ന തലമുറയാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത്തരം ഡേയ്സ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ കുഞ്ഞുങ്ങൾ അത് അറിയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ് പ്രത്യേകിച്ച് ഒരു സിറ്റിസണായിട്ട് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവനെ എല്ലാത്തരം ഫെസ്റ്റിവൽസ് എങ്ങനെയാണ് ആചരിക്കുന്നത് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടുള്ള അവയർനെസ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് എസ്റ്റാബ്ലിഷിംഗ് പെർ ഫ്രണ്ട്ഷിപ്പ് ക്ലബ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എസ്റ്റാബ്ലിഷിംഗ് ഫ്രണ്ട്ഷിപ്പ് ക്ലബ് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് കുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ക്ലബ്ബുകൾ, അതായത് ഒരു സൗഹൃദ കൂട്ടായ്മ എന്നൊക്കെ നമ്മൾ പറയല്ലേ. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാംസിലൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ചെറിയ ക്ലബ്ബുകൾ പോലെയൊക്കെ നമ്മൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കാറുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോം ചെയ്യുമ്പോൾ അവരിൽ തന്നെ എന്താണ് 20 പേരാണെങ്കിൽ 20 പേര് ഒരാൾക്ക് നമുക്ക് ലീഡർഷിപ്പ് കൊടുക്കാൻ പറ്റും അല്ലെ. അതിൽ ഒരാൾ ലീഡർ ആയിരിക്കും, ആ കുട്ടിയായിരിക്കും മറ്റുള്ള കുട്ടികളെയൊക്കെ നിയന്ത്രിക്കുന്നത്. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ അങ്ങോട്ടും പരസ്പര സഹായങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ് അവർ ഇതേപോലുള്ള ക്ലബുകളിലാണ്. അക്കാദമിക് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഇതേപോലെ ഫെസ്റ്റിവൽസ് വരുമ്പോൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അവരെന്താണ് അതിന്റെ പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യും. കുട്ടികളെ സംബന്ധിച്ചിട്ട് അവരുടെ ആ ഒരു യൂണിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്ലബുകൾ നമ്മൾ രൂപീകരിക്കുന്നത്. ഇനി അതേപോലെ തന്നെ കുട്ടികളിലെ സംവാദശീലം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് തുടങ്ങുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് നമ്മൾ പണ്ട് സഞ്ജയിക എന്നൊരു സംഭവം ഉണ്ടായിരുന്നു സ്കൂളിൽ, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സഞ്ജയിക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? യെസ്, അതെന്താണ് കുട്ടികളുടെ കിട്ടുന്ന പൈസ, ചെറിയൊരു പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു, ഒരു പാസ്ബുക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ ഫണ്ട് ആയിരുന്നു, ചെറിയൊരു എമൗണ്ട് ആണ് കുട്ടികൾ എല്ലാ ആഴ്ചയും അതില് ഡെപ്പോസിറ്റ് ചെയ്യും. അത് അവരുടെ അക്കാദമിക് ഇയർ തുടങ്ങുന്ന സമയത്ത് പുസ്തകങ്ങൾ ഓർമ്മയുണ്ട്. സഞ്ജയിക എക്സാം, PSC സ്കോളർഷിപ്പ് പോലെ അല്ല, PSC സ്കോളർഷിപ്പ് അല്ലത്, ഇത് കുട്ടി ക്ലാസ് റൂമിൽ സംഘടിപ്പിക്കുന്ന കാര്യമാണത്. കുട്ടികൾ ചെറിയൊരു എമൗണ്ട് എന്താണ് ചെറിയൊരു എമൗണ്ട് എന്ത് ചെയ്യും അവരുടേതായ പേരിൽ, ഇപ്പൊ ടീച്ചർ ആയിരിക്കും അത് ഹാൻഡിൽ ചെയ്യുന്നത്,
ഓരോരുത്തർ കുട്ടികൾക്ക് ഒരു പാസ്ബുക്ക് ഉണ്ടാവും, ചെറിയ എമൗണ്ട്. അന്നൊക്കെയെന്ന് വെച്ചാൽ 5 രൂപ 10 രൂപ കിട്ടുമ്പോൾ എന്താണ് കുട്ടികൾ അത് കൊണ്ടുപോയി സേവ് സേവ് ചെയ്യുന്നു. എന്താണ് അടുത്ത വർഷം നമുക്ക് ട്രിപ്പ് പോകാനോ പുസ്തകങ്ങൾ വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആ പൈസ എടുക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാര്യം, കുട്ടിക്ക് സമ്പാദശീലത, ചെറിയ രീതിയിൽ പോക്കറ്റ് മണികൾ എങ്ങനെ സേവ് ചെയ്യണമെന്ന് കുട്ടികളോട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് പ്രോഗ്രാമുകൾ എന്ന് പറയുന്നത്. ഒന്ന്, റെഗുലർ ആയിട്ട് നമ്മൾ അസംബ്ലീസ് കണ്ടക്ട് ചെയ്യുക, നാഷണൽ ഫെസ്റ്റിവൽസുകൾ ആചരിക്കുക, അതേപോലെ തന്നെ മോക്ക് പാർലമെന്റ് സംഘടിപ്പിക്കുക, പ്രധാനപ്പെട്ട ലോക്കൽ ആയിട്ട് നാഷണൽ ആയിട്ട് ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഡിബേറ്റുകൾ സംഘടിപ്പിക്കുക, ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസിലേക്ക് നമ്മൾ ട്രിപ്സ് അറേഞ്ച് ചെയ്യുക, പിന്നെ എന്താണ് ഇതേപോലുള്ള ഫ്രണ്ട്ഷിപ്പ് ക്ലബുകൾ, കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങിയ കുട്ടികളുടെ ഇത്തരത്തിലുള്ള സമ്പാദ്യശീലങ്ങൾ അല്ലെങ്കിൽ സഹകരണ മനോഭാവം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലബ്സുകൾ രൂപീകരിക്കുക. ഓക്കെ, അതുവഴി നമുക്ക് കുട്ടികളെ നല്ലൊരു സിറ്റിസൺ ആക്കി മാറ്റിയെടുക്കാനായിട്ട് കുട്ടികളെ അത് സഹായിക്കും. ഓക്കെ, ലാസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ്. സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ്, social service activities from social belongingness, social cohesion and social well-being. അപ്പൊ ഈ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസ് ചെയ്യുന്നതോടുകൂടി കുട്ടികളിൽ എങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയുള്ള മൂല്യങ്ങളാണ് ഡെവലപ്പ് ചെയ്യുന്നത്, സമൂഹത്തിനോട് പ്രതിബദ്ധത വരും അല്ലെ, അല്ലെങ്കിൽ സൊസൈറ്റിയോടുള്ള ഒരു ആദരവ് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ സഹാനുഭൂതി, അല്ലെങ്കിൽ എന്താ പറയാ കെട്ടുപാട് എന്നൊക്കെ പറയും നമുക്ക് അല്ലെ, സൊസൈറ്റി സാമൂഹ്യമായിട്ടുള്ള ഒരു കെട്ടുപാട് കുട്ടികൾ ഡെവലപ്പ് ചെയ്യും. ഈ സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് കുട്ടികൾ മനസ്സിലാക്കും. അപ്പൊ ഈ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് പ്രോഗ്രാംസിലാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് എന്താണ് വരുന്നത്, ഒന്ന്, ഓർഗനൈസേഷൻ ഓഫ് ലിറ്ററസി ക്യാമ്പസ് ഇൻ റൂറൽ ഏരിയാസ്, സ്ലം ഏരിയാസ്. ഓർഗനൈസേഷൻ ഓഫ് ലിറ്ററസി ക്യാമ്പസ് ഇൻ റൂറൽ ഏരിയാസ് ആൻഡ് സ്ലം ഏരിയാസ്. എന്താണ് ഇവിടെ സ്ലം ഏരിയാസ്, പ്രത്യേകിച്ച് തെരുവുകൾ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങൾ, ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച്, ഇവിടെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർക്ക് സാക്ഷരത കുറഞ്ഞ കുട്ടികളാണ്, അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തവരാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഏരിയാസ് സെലക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന, ബേസിക് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമ്പുകൾ, ലിറ്ററസി ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യാം. അത് സോഷ്യൽ സർവീസ് പ്രോഗ്രാമിന്റെ പ്രധാനമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്ത്, ലിറ്ററസി ക്യാമ്പുകൾ. പ്രത്യേകിച്ച് എങ്ങനെയുള്ള ഏരിയാസിലാണ് നമ്മളിത് കൊടുക്കുന്നത്, ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ തെരുവോര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സാക്ഷരത വികസിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതേപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ പറ്റും. ഓക്കെ, അത് സ്കൂളായിരിക്കും ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്, കുട്ടികളും ഉണ്ടായിരിക്കും, അധ്യാപകരും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റെൻഡേഷൻ ഓഫ് വോളണ്ടറി സർവീസ് ഡ്യൂറിംഗ് ലോക്കൽ ഫെസ്റ്റിവൽസ്. ഇനി അടുത്തൊരു സോഷ്യൽ സർവീസ് പ്രോഗ്രാം ആണ് എന്താ, റെൻഡേഷൻ ഓഫ് വോളണ്ടറി സർവീസ്. വോളണ്ടറി സർവീസ് അറിയാലോ, വോളണ്ടിയേഴ്സിലെ കണ്ടിട്ടില്ലേ നിങ്ങൾ, വോളണ്ടിയർമാര് എന്താണ് അവരുടെ പ്രത്യേകത, വോളണ്ടിയേഴ്സ് എന്തിനാണ് പങ്കെടുക്കുന്നത്, വോളണ്ടിയർമാര് എന്തിനാണ്, നമ്മളെ സ്കൂളുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലോക്കലായിട്ട് ചെയ്യുന്നത് അല്ലെ. അതായത് മേൽനോട്ടം വഹിച്ചുകൊണ്ട് അവിടെ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ഓവർസീ ചെയ്യുന്നത് ആരായിരിക്കും, വോളണ്ടിയേഴ്സ് ആയിരിക്കും അല്ലെ. അതായത് ഇപ്പൊ ഒരു പ്രോഗ്രാം നടക്കുകയാണെങ്കിൽ കുറച്ചുപേരെ അകത്തേക്ക് കടത്തിയിടുന്ന ഒരു പ്ലേസ് ഉണ്ടായിരിക്കും, അതിലൂടെ മാത്രം നിയന്ത്രിച്ചുകൊണ്ട് അവർ അതിലൂടെ കയറ്റിവിടും. പുറത്തേക്ക് പോകാൻ വേറൊരു കൗണ്ടർ ഉണ്ടായിരിക്കും, അതിലൂടെ കറക്റ്റ് ആയിട്ട് വിടും. പിന്നെന്താണ്, കൃത്യമായിട്ട് അവർക്ക് എന്തൊക്കെ ആവശ്യകതകൾ ഉണ്ടോ അതിനനുസരിച്ചിട്ട്, അവർക്കുള്ള നീഡ് എന്താണോ അതിനനുസരിച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പൊ വെള്ളമാണെങ്കിലും അല്ലെങ്കിൽ ഭക്ഷണമാണെങ്കിലും എന്താണ് അതൊക്കെ അറേഞ്ച് ചെയ്തിടുക. അത് എന്ത് ഫെസ്റ്റിവൽസ് ആണെങ്കിലും ഓക്കെ, നമ്മുടെ ഇപ്പൊ ഗ്രാമപ്രദേശങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ലോക്കലായിട്ട് നടക്കുന്ന എന്ത് ഫെസ്റ്റിവൽസിലും നമ്മൾ വോളണ്ടിയേഴ്സിനെ കാണാറുണ്ട് അല്ലെ. അതായത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അതായത് അതിപ്പോ ഒരു സോഷ്യൽ സർവീസസ് ആണ്. അതായത് ഒരുപാട് നമ്മൾ 1-2 ആൾക്കാരുള്ള ഒരു ഫെസ്റ്റിവലിന് ഒത്തുകൂടുക, ഒത്തിരി ആൾക്കാർ വരും അല്ലെ. ഒത്തിരി ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി എന്താണ് നമ്മൾ ഒരു നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യാം. നമ്മുടെ സ്കൂളിൽ ഇപ്പൊ SPC എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാംസുകളില്ലേ, SPC പ്രോഗ്രാംസുകൾ. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ ഇപ്പോ എന്താ പറയാ ആനുവൽ ഡേ ഒക്കെ വരുമ്പോൾ ആ കുട്ടികളായിരിക്കും ആ ഒരു സദസ്സിന് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിന്റെ മുന്നിലുള്ള എന്താ പറയാ പ്രേക്ഷകർ അല്ലെങ്കിൽ വന്നിരിക്കുന്ന എന്താ പറയുന്നത് പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. കുട്ടികളുണ്ടാവും, മുതിർന്നവരുണ്ടാവും, പാരന്റ്സ് ഉണ്ടായിരിക്കും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഗസ്റ്റ് ഉണ്ട്. അവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും, വോളണ്ടിയേഴ്സ് ആയിരിക്കും. ഇപ്പൊ വോളണ്ടിയർ സർവീസ് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നിസ്സാര കാര്യമല്ല, ഏറ്റവും നല്ലൊരു പ്രോസസ്സാണ്. അപ്പൊ കുട്ടികളിൽ വോളണ്ടിയർ കപ്പാസിറ്റി ഉണ്ടാക്കി എടുക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും.
പ്രത്യേകിച്ച് ഒരു വലിയ ക്രൗഡൊക്കെ വരുന്ന സമയത്ത് സ്റ്റേജിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് ഓവർസീ ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ് കേട്ടോ. സമൂഹത്തിനോട് കുറച്ചുകൂടെ അവര് അടുത്തിഴകുന്ന ഒരു സിറ്റുവേഷൻ ആണ് എന്ത് വോളണ്ടിയർ പദവി എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോഗ്രാം എന്താണ്? ഓർഗനൈസിംഗ് ക്യാമ്പ് ഫോർ ഹൈലൈറ്റിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് എൻവയോൺമെന്റൽ ഹൈജീൻ. ഇനി നമുക്ക് പല രീതിയിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് എന്ത്? എൻവയോൺമെന്റൽ ഹൈജീനുമായി ബന്ധപ്പെട്ട്. എന്താണ് എൻവയോൺമെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്? പാരിസ്ഥിതിക ശുചിത്വം അല്ലെ? പരിസ്ഥിതി ശുചിത്വവുമായി ബന്ധപ്പെട്ട് ആ ഒരു ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്താണ് നമുക്ക് ഏതെങ്കിലും ഒരു ഏരിയയില് ക്യാമ്പുകൾ സംഘടിപ്പിക്കാം അല്ലെ? എൻവയോൺമെന്റൽ ഹൈജീൻ ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ആരോഗ്യത്തിനും അല്ലെങ്കിൽ പരിസ്ഥിതിക്കും ഒരേപോലെ തന്നെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അതിന് എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് സ്വീകരിക്കാം, ഏതൊക്കെ രീതിയിൽ പ്രകൃതിയെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാം, എങ്ങനെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരം ക്യാമ്പുകളിലൂടെ സംഘടിപ്പിക്കാനും അതിന്റെ ഇമ്പോർട്ടൻസ് കുട്ടികളിലേക്ക് കൊണ്ടുവരാനായിട്ടും സഹായിക്കും. ഓക്കെ, ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണ് കുട്ടികൾക്ക് മനസ്സിലാവും പ്രകൃതിയെ സംരക്ഷിക്കേണ്ട പ്രാധാന്യം എന്താണ്. ഓക്കെ, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സംഘടിപ്പിക്കും. Next one, participating in minor finish work and outside the school life, like cooking crafts, gardens, whitewashing, etc. സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന മറ്റ് ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് സ്കൂളിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ, എല്ലാ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ റോഡുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അതേപോലെ തന്നെ ഗാർഡൻസ് ഉണ്ടാവും അല്ലെ? ഗാർഡൻ ചിലപ്പോൾ പൊതു കമ്മ്യൂണിറ്റി ഗാർഡനുകൾ ഉണ്ടാവും. അതൊക്കെ എന്താണ് ചിലപ്പോൾ മോശമായിട്ടായിരിക്കും കിടക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഇപ്പൊ ഗാർഡന്റെ ഒക്കെ ചുറ്റും പൂക്കളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ ചെറിയ രീതിയിലൊരു കമ്പി വേലി അല്ലെങ്കിൽ കമ്പി അല്ലെങ്കിൽ വുഡൻ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യുക, അതൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്യാം. ആ ഗാർഡൻ ഏറ്റവും മനോഹരമായ രീതിയിൽ, ഗാർഡൻ എന്ന് പറയുമ്പോൾ എന്താണ്? പൂന്തോട്ടമാണല്ലോ. പൂന്തോട്ടം എന്ന് പറയുമ്പോൾ ഏറ്റവും ഫ്ലറിഷ് ചെയ്ത് വെക്കേണ്ട ഒന്നാണ് അല്ലെ? അപ്പൊ അങ്ങനെ സ്കൂളിന് പുറത്തുള്ള ഏത് രീതിയിലുള്ള റിലേറ്റ് ചെയ്ത് വരുന്ന പ്ലേസസും അല്ലെങ്കിൽ നമുക്ക് അവിടെ കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാവുന്നതാണ് കേട്ടോ. ചെറിയ രീതിയിൽ, വലിയ രീതിയിലല്ല, ചെറിയ രീതിയിൽ നമുക്ക് അതും ഒരു സോഷ്യൽ സർവീസസിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. നമ്മൾ ഈ സേവനവാരമൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ചെയ്യാറില്ലേ, ഇടയ്ക്ക് ചില ആക്ടിവിറ്റീസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ സ്കൂളും അതിന് ചുറ്റുമുള്ള പരിസരവും എങ്ങനെ ഇരിക്കും? ഏറ്റവും ഹൈജീനിക് ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, next, organizing public recognition campaigns, environmental pollution, AIDS, evil of dowry, etc. ഇനി പബ്ലിക് റെക്കഗ്നേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. എന്താണ് പബ്ലിക് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത്? പബ്ലിക് റെക്കഗ്നേഷൻ ക്യാമ്പയിൻസ് നമ്മൾ കൊറോണയുടെ സമയത്ത് നമ്മൾ ബ്രേക്ക് ദ ചെയിൻ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ബ്രേക്ക് ദ ചെയിൻ, എന്തിനു വേണ്ടിയാണ് ബ്രേക്ക് ദ ചെയിൻ ക്യാമ്പയിൻ ഉണ്ടായത്? ബ്രേക്ക് ദ ചെയിൻ എന്തിനായിരുന്നു? നിങ്ങൾ ഉറങ്ങിയാണോ എല്ലാവരും? കൊറോണ വന്ന സമയത്ത് എന്തിനാണ് ബ്രേക്ക് ദ ചെയിൻ ഒരു ക്യാമ്പയിൻ കണ്ടത്? ഓർക്കണ്ട നിങ്ങള്? അത് മറ്റൊരാളിന് പകരാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഒരു ചങ്ങല പോലെ, ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞ ചങ്ങല പോലെ കണ്ടിട്ടില്ലേ? അതായത് 10 പേര് കാണിക്കും, 10 പേരുടെ കൈ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരാളിൽ എന്താണ് ഒരു ഗ്യാപ്പാണ് ഉള്ളത്. മറന്നു പോയിട്ടുണ്ടോ? കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ കണ്ട ക്യാമ്പയിൻസ് ആണ് ബ്രേക്ക് ദ ചെയിൻ. കൊറോണ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അതേപോലെ ഇവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ പബ്ലിക് റെക്കഗ്നേഷൻ ക്യാമ്പയിൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പബ്ലിക് റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് എന്താണ്? പൊതു അംഗീകാരം കിട്ടുന്ന സബ്ജക്ട്സുകൾ അല്ലെങ്കിൽ ടോപ്പിക്കുകൾ, അതായത് പ്രത്യേകിച്ച് എൻവയോൺമെന്റൽ പൊല്യൂഷൻ അല്ലെങ്കിൽ പാരിസ്ഥിതികമായ പൊല്യൂഷനെ കുറിച്ചിട്ടുള്ള, ഇത് പബ്ലിക്കിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് അല്ലേ? അതിനെ കുറിച്ചിട്ടുള്ള ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കുക. അതേപോലെ തന്നെ എന്താണ് എയ്ഡ്സ് അല്ലെ, HIV പോലുള്ള രോഗാവസ്ഥയെ കുറിച്ച്, അതിന്റെ പാർശ്വഫലങ്ങൾ, അതിന്റെ വരാനുള്ള കാരണങ്ങൾ, കണ്ടീഷൻസ്, അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് ക്യാമ്പയിൻ സംഘടിപ്പിക്കുക. എയ്ഡ്സ് അറിയാലോ? യെസ്. അതേപോലെ തന്നെ അടുത്തൊരു ടോപ്പിക് ആണ് എന്ത്? ഇവിൾസ് ഓഫ് ഡവറി. എന്താണ് ഇവിൾസ് ഓഫ് ഡവറി എന്ന് പറയുന്നത്? അല്ലെ, സ്ത്രീധനത്തിന്റെ തിന്മകളാണ് ഇവിൾസ്. ഓക്കെ, സ്ത്രീധനം വാങ്ങുന്നതും ചോദിക്കുന്നതൊക്കെ തെറ്റാണ് അല്ലെ? അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് അങ്ങനെ പബ്ലിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള സബ്ജക്ട്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കുന്നത് എന്ത് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ടാണ്?
സോഷ്യൽ സർവീസ് പ്രോഗ്രാംസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് പബ്ലിക് ക്യാമ്പയിൻസുകൾ സംഘടിപ്പിക്കുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? എൻവയോൺമെന്റൽ പൊല്യൂഷൻ, എയ്ഡ്സ്, ഈവിൾസ് ഓഫ് ദ അവറി എക്സെട്ര. അങ്ങനെ ഏത് ടോപ്പിക്സ് പബ്ലിക്കിന് ഇമ്പോർട്ടൻസ് ഉള്ള ഏത് ടോപ്പിക്സ് നമുക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്തരം പ്രോഗ്രാംസുകളാണ് നമ്മൾ സ്കൂൾ റിലേറ്റ് ചെയ്തിട്ട് കുട്ടികളിൽ പലതരത്തിലുള്ള വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററില് ഇതിന്റെ ഓരോ ഭാഗത്ത് വരുന്നത് നിങ്ങൾ പഠിക്കണം. അതായത് ഓരോ പ്രോഗ്രാമിന് താഴെ വരുന്ന പോയിന്റ്സ് പഠിക്കാനാണ് പറഞ്ഞത്. ഇവിടെ വരെ ഓക്കെ. കമ്മ്യൂണിറ്റി പ്രയറും ഹെൽത്ത് ക്ലീനസ് പ്രോഗ്രാമും ഓക്കെ, അത് നോക്കണ്ട. ബാക്കി ഈ വരുന്ന പോയിന്റ്സ് ഇല്ലേ, കൾച്ചറൽ ആൻഡ് റീക്രിയേഷൻ ആക്ടിവിറ്റീസ് തുടങ്ങിയുള്ള താഴെയുള്ള ഈ 4 പോയിന്റ്സ് ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ എന്തൊക്കെ കൾച്ചറൽ ആൻഡ് റീക്രിയേഷൻ ആക്ടിവിറ്റീസ് ആണ് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇതായിരിക്കും അതിന്റെ ഓപ്ഷൻസ് വരുന്നത്, അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ആയിരിക്കും ഓപ്ഷൻസ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഈ 4 പോയിന്റ്സും പഠിക്കണം. പിന്നെ അതേപോലെ സിറ്റിസൺഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് സ്കൂളിൽ എന്തൊക്കെ സംഘടിപ്പിക്കാം എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പഠിക്കേണ്ടത്? ഇവിടെയുള്ള ഈ 4 പോയിന്റ്സ് പഠിക്കണം കേട്ടോ. താഴെയുള്ള ഈ 4 പോയിന്റ്സ് സ്കൂൾ അസംബ്ലി കണ്ടക്ട് ചെയ്യാം, ട്രിപ്സ് അറേഞ്ച് ചെയ്യാം, നാഷണൽ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യാം, പോയിന്റ്സ് പഠിക്കുക. അതേപോലെ തന്നെ സോഷ്യൽ സർവീസ് പ്രോഗ്രാംസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോഗ്രാംസ് സംഘടിപ്പിക്കാം? സ്ലം ഏരിയാസിലും റൂറൽ ഏരിയാസിലും നമുക്ക് ലിറ്ററസി ക്യാമ്പുകൾ സംഘടിപ്പിക്കാം. പിന്നെന്താണ്? വോളണ്ടറി സർവീസസുകൾ കണ്ടക്ട് ചെയ്യാം. പിന്നെ എൻവയോൺമെന്റൽ ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാം. പിന്നെന്താണ്? സ്കൂളിന്റെ ഔട്ട്സൈഡിൽ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. പിന്നെ അതേപോലെ തന്നെ പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടുന്ന ക്യാമ്പയിനുകൾ, പ്രത്യേകിച്ച് എൻവയോൺമെന്റൽ പൊല്യൂഷനും എയ്ഡ്സ്, ഈവിൾസ് ഓഫ് ദ അവറി തുടങ്ങിയ സബ്ജക്ട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പബ്ലിക് റെക്കഗ്നേഷൻ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇവിടെ പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാനുണ്ട്. ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞ കേട്ടോ. യൂണിറ്റ് 7 മോക്ക് ടെസ്റ്റ് വരുമ്പോ ചെയ്തു നോക്കുക, കിട്ടുന്നുണ്ടാവും നോക്കണം കേട്ടോ. യൂണിറ്റ് 8 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നു, എടുക്കുന്നില്ല. ഗുഡ് മാനേഴ്സ്, അബൌട്ട് ഗുഡ് മാനേഴ്സ് ആണ് യൂണിറ്റ് 8. ഇവിടെ നമ്മൾ മൂന്ന് രീതിയിലുള്ള മാനേഴ്സിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഒന്ന് മാനേഴ്സ് വിത്ത് ഫ്രണ്ട്, ബാത്റൂം മാനേഴ്സ്, ബെഡ്റൂം മാനേഴ്സ് ഉണ്ട്, ജനറൽ മാനേഴ്സ്. 3 രീതിയിലാണ് പഠിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒന്ന് നോക്കാം. Friend need is a friend indeed. Good friend is a must for everybody. So you have good friends and maintain the friendship even with an empathetic mind. Teachers should assert the importance of good friendship and give some instructions on how to maintain friendship through manners. Okay. ഇവിടെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ സുഹൃത്തിനോട് നമുക്ക് എന്തും പറയാം, എന്തും കാണിക്കാം എന്ന് പറയും അല്ലെ. പക്ഷെ ഒരു മര്യാദ ഇല്ലാത്ത ഒരു പെരുമാറ്റം പെരുമാറി കഴിഞ്ഞാൽ ആള് സഹിക്കുമോ? അല്ല, ആരെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുമോ? ഇല്ല അല്ലെ, ആണോ? ഇല്ല. ആരാണെങ്കിലും എന്താണ്, ഫ്രണ്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും, ഇപ്പൊ ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. കൂട്ടുകാരനാണെങ്കിൽ പോലും എന്താണ്, അവന് കൊടുക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്. അത് എത്ര അടുത്ത റിലേഷൻഷിപ്സ് ആണെന്ന് പറഞ്ഞാൽ പോലും എന്താണ്, നമ്മൾ കാണിക്കേണ്ട മര്യാദകൾ അതുപോലെ തന്നെ കാണിച്ചേ മതിയോ അല്ലെ. ഇപ്പൊ ചിലപ്പോ നമ്മള് മോശം വാക്കുകളൊക്കെ പറഞ്ഞ് കളിയാക്കിയെന്നിരിക്കാം, എന്നിരുന്നാൽ പോലും എന്താണ്, ആൾക്ക് ഹെർട്ട് ചെയ്യാത്ത രീതിയിലായിരിക്കും നമ്മളതിൽ ബിഹേവ് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവർക്കും ഒരു നല്ല ഫ്രണ്ട് ഉണ്ടായിരിക്കും അല്ലെ. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും നല്ലൊരു സുഹൃത്ത് ചിലപ്പോ കൂടെ പഠിച്ചവരായിരിക്കണം എന്നില്ല, ചിലപ്പോൾ ഹസ്ബൻഡ് തന്നെ സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരായിരിക്കും ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കും, ആരാണെങ്കിലും. ഓക്കെ, എന്നിരുന്നാൽ പോലും നമുക്കൊരു സുഹൃത്ത് ഉണ്ടായിരിക്കും. ഈ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ അവരോട് എങ്ങനെയായിരിക്കണം? നമ്മൾ എപ്പോഴും ഒരു ഗുഡ് മാനേഴ്സ് കാണിച്ചിരിക്കണം അല്ലെ. നല്ല മാനേഴ്സ്, നല്ല മര്യാദയോട് കൂടി മാത്രമേ അവരോട് ബിഹേവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എന്നാൽ മാത്രമേ ആ സൗഹൃദവും നിലനിൽക്കുള്ളൂ. ഓക്കെ, ഫ്രണ്ട്ഷിപ്പിന്റെ ഒക്കെ വാല്യൂ എന്ന് പറയുന്നത് മാനേഴ്സിന്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ മര്യാദ ഇല്ലാത്തൊരു ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു സുഹൃബന്ധവും ഒരു കാലത്തേക്കും നീണ്ടു നിൽക്കില്ല അല്ലെ. എന്താണെങ്കിലും ലിമിറ്റ്, അതിന് മാനേഴ്സിന് നമ്മൾ ലിമിറ്റ് എന്നല്ല പറയുന്നത്, ഒരു പരിധി എന്നല്ല പറയുന്നത്. എത്ര സ്നേഹമുള്ള സൗഹൃദങ്ങളാണെങ്കിലും മര്യാദയോടുകൂടി പെരുമാറുക, അതാണ് വേണ്ടത്. ഓക്കെ,
അപ്പൊ അങ്ങനെയുള്ള സ്നേഹങ്ങളൊന്നും ഒരിക്കലും ഇല്ലാതാകില്ല, അതെന്നും നിലനിൽക്കുള്ളൂ. ഓക്കെ. ഇനി ടീച്ചർ ഷുഡ് അസേർട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഗിവ് സം ഇൻസ്ട്രക്ഷൻസ് ഓൺ ഹൗ ടു മെയിൻറ്റെയിൻ ഫ്രണ്ട്ഷിപ്പ് ത്രൂ മാനേഴ്സ്. നിങ്ങൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എന്താണ്, സുഹൃത്ത് ബന്ധങ്ങളുടെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം അല്ലെ. നമുക്കിപ്പോ ചെറിയ കാലങ്ങളിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് വലിയ കാലങ്ങളിലേക്ക് അത് ലൈഫ് ലോങ് ആയിട്ട് കിട്ടുന്നതൊക്കെ. എന്നിരുന്നാൽ പോലും നമ്മൾ എന്താണ്, സുഹൃത്ത് എന്താണ് ഒരു സൗഹൃദത്തിന്റെ പ്രാധാന്യം എന്താണ്, ഒരു സുഹൃത്തിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്, എത്രത്തോളം മര്യാദ അവനോട് കാണിക്കേണ്ടത്, എങ്ങനെ അവനെ ചേർത്ത് നിർത്തണം എന്നുള്ളതിനെ പറ്റി, എങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കണ്ടന്റ്സോ ടോപ്പിക്കോ ഒക്കെ പഠിപ്പിക്കാത്ത ഒരു സമയം ഉണ്ടാവും നമുക്ക് അല്ലെ. ആ ഒരു സമയത്ത് എന്താണ്, ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ പറ്റി കുട്ടികൾക്ക് ക്ലാസ് എടുക്കുക അല്ലെ. പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഓഫ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ് അല്ലെ. അപ്പൊ കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ചെറിയ ചെറിയ സൗഹൃദങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ആദ്യമേ പറയും, ഒരു വട്ടം പറയാനല്ല പറയുന്നത്, പലവട്ടം നമ്മൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു സുഹൃത്ത് എന്താണ്, അവന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ആ സൗഹൃദത്തിന് നമ്മളൊരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുന്നത് ഇന്നോ നാളെയോ നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല അല്ലെ. നമ്മള് ആജീവനാന്ത കാലം നമ്മുടെ ലൈഫ് ലോങ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്താണ്, നമ്മൾ അയാളോടും അയാൾ തിരിച്ചും, നമ്മൾ അങ്ങോട്ട് മാത്രമല്ല തിരിച്ചിങ്ങോട്ട് നമുക്ക് മാനേഴ്സ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സുഹൃത്തിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ല കേട്ടോ. ഇങ്ങോട്ട് മാത്രം കിട്ടി അങ്ങോട്ട് മാത്രം കിട്ടുന്നല്ല, രണ്ടുപേരും അതേപോലെ മര്യാദകൾ കാണിച്ചിരിക്കും. ഇപ്പൊ എത്ര വലിയ ഫ്രണ്ട് സർക്കിൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ ഒരാൾ ചിലപ്പോൾ 5 പേര് കൂട്ടുകാരിൽ 5ാമൻ ചിലപ്പോൾ പ്രശ്നക്കാരനായിരിക്കും. അപ്പൊ ബാക്കിയുള്ള 4 പേർക്കും ഈ ഒരു സർക്കിൾ കൂടുന്ന സമയത്ത് ആ ഒരാൾ വരുന്നത് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ അതെന്തുകൊണ്ടാണ്, അയാള് ബാക്കി 4 പേരോട് മര്യാദ ഇല്ലാത്ത പെരുമാറുന്നത് കൊണ്ടായിരിക്കും അല്ലെ. അപ്പൊ സുഹൃത്തിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്ക് ക്ലാസ്സില് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. മാനേഴ്സ് വിത്ത് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് എങ്ങനെയാണ് മര്യാദയ്ക്ക് പെരുമാറേണ്ടത് വ്യക്തമായിട്ട് കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കും. നിങ്ങളുടേതായ രീതിയിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരാൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ അനുഭവങ്ങൾ വെച്ച്, നിങ്ങളുടെ സുഹൃത്തിന്റെ അനുഭവങ്ങളെ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്നേഹം എന്നൊരു കാര്യമാണ് അല്ലെ. എത്ര ഫ്രണ്ട്ഷിപ്പില് ഏതൊക്കെ മര്യാദയാണെങ്കിലും സ്നേഹം എന്നൊരു കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മര്യാദക്ക് അവരോട് പെരുമാറാൻ പറ്റും അല്ലെ. സ്നേഹം ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് നമ്മുടെ മര്യാദകൾ മാറിപ്പോകുന്നത് അല്ലെ. ഓക്കെ, അത്രേ ഉള്ളൂ ഫ്രണ്ടിനെ പറ്റി, ഒരു മാനേഴ്സിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അതില് എടുക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഞാനതങ്ങ് എടുത്തല്ലേ, കുഴപ്പമില്ല. നെക്സ്റ്റ് വരുന്നത് ഒന്നുകൂടി നോക്കാം നമുക്ക്, ബാത്റൂം മാനേഴ്സ്. ഇതൊന്നും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ബാത്റൂം മാനേഴ്സ്? ബാത്റൂം മാനേഴ്സ് എന്ന് പറയാമോ? അറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. ഒന്ന് രമ്യ എന്ന് പറഞ്ഞിടൂ. രമ്യ മീനോസ്. അയ്യോ ശബ്ദമില്ലല്ലേ, വേണ്ട 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 വേണ്ട. ഗോപിക ചേച്ചി പറയൂ. സോറി മിസ്, നാളെ നമ്മൾക്ക് സെറ്റ് ആയിക്കോളും. ആ കുഴപ്പമില്ല. ഗോപിക ചേച്ചി ഇത് വായിച്ചിട്ട് പറയാനാണോ മിസ്സേ? അറിയാവുന്ന പോലെ പറയാ. ഒരു കുട്ടി ബാത്റൂമിൽ ഏതൊക്കെ മാനേഴ്സ് ആണ് പാലിക്കേണ്ടത്. ഇപ്പൊ ഗോപിക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ. ബാത്റൂമില് മാനേഴ്സ് ഫസ്റ്റ് അവര് ബാത്റൂമിൽ പോകുമ്പോ പോയതിനു ശേഷം കൈ കഴുകുക എന്നുള്ളത് ഒന്ന്, അതൊരു ബാത്റൂം മാനേഴ്സ് ആണ്. പിന്നെ ആ ബാത്റൂം ക്ലീൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, പിന്നെ കുളിക്കുന്ന സമയത്ത് എന്റെ കുട്ടികളുടെ കുളി വളരെ സിമ്പിൾ ആയിട്ടുള്ള കുളിയാണ്. പെട്ടെന്ന് കയറുക പെട്ടെന്ന് ഇറങ്ങുക, അതാണ് അവരുടെ ഇത്. അപ്പൊ അതില് ഈ നനഞ്ഞിട്ട് ഇറങ്ങി വരും, അത് ബാത്റൂം മാനേഴ്സിൽ ഉൾപ്പെടില്ല. അത് ബാത്റൂം മാനേഴ്സ് ഉള്ളവർക്ക് അത് നന്നായിട്ട് തോർത്തി ആ ടവല് വെച്ച് നമ്മളുടെ ദേഹത്തുള്ള വെള്ളമെല്ലാം തോർത്തിട്ട് വേണം ഇറങ്ങി വരാൻ. ഇതങ്ങനെയല്ല, ഒറ്റ ഓട്ടത്തിന് ഇറങ്ങി വരും, അപ്പോഴത്തേക്ക് ടൈലിലേക്ക് തെന്നിയാ പോകുന്നത്, തെന്നി അങ്ങ് പോകും. അങ്ങനെ ഒരു ഇതുണ്ട്. അത് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുത്താലും അവന്മാരത് കേൾക്കില്ല. പിന്നെ ചോദിക്കട്ടെ, സ്കൂളിൽ പോയപ്പോ എങ്ങനെയായിരുന്നു? കുട്ടികളെ കൊണ്ട് ടോയ്ലറ്റിൽ പോയിരുന്നോ? കുട്ടികളെ കൊണ്ട് ടോയ്ലറ്റിൽ അവർക്ക് ഓരോ ടൈം നമ്മളടുത്ത് പറയുമല്ലോ ടോയ്ലറ്റിൽ പോകണം മാം എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ ബാത്റൂം ഓൾറെഡി നമ്മൾ പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. കാരണം മറ്റുള്ള വലിയ കുട്ടികളോട് കയറാനുള്ള സൗകര്യം ഉണ്ട് അവിടെ, അതുകൊണ്ട് പൂട്ടിയിട്ടിരിക്കുക. അപ്പൊ നമ്മൾ അത് തുറന്നിട്ട് അവരാദ്യം അതിനകത്ത് കയറിയിട്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ കൈ കഴുകി കാലും കഴുകിയിട്ടാണ്
കയറ്റുന്ന അകത്തോട്ട് വരുന്നത്. അതായത് ഷൂസ് ആണെങ്കിൽ നമുക്ക് പറ്റില്ല, നമ്മൾ പ്രത്യേകം അവിടെ പറയും. യൂണിഫോം അതിനകത്ത് ഷൂസ് അവിടെ അലൗഡ് അല്ല. ഞാൻ പോയ ഗവൺമെന്റ് സ്കൂളാണ്. അപ്പൊ നമ്മൾ ആ ചപ്പല് കഴുകിയിട്ടാണ് അവരെ അകത്തോട്ട് വരുന്നത്. എന്നിട്ട് മണ്ണ് ചവിട്ടി ഇതാക്കും. അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അവരെ മസ്റ്റായിട്ടും അവരെ വാഷ് ചെയ്യാന്നുള്ളതാ. യൂറിൻ പാസ് ചെയ്താലും വാഷ് ചെയ്യുക, കൈ കഴുകുക നന്നായിട്ട്. അതാണ് അവരെ മെയിൻ ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. പിന്നെ ബാത്റൂം മാനേഴ്സ് നമുക്ക് KG സെക്ഷനിൽ നിങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ? അവര് പറയുന്നതൊക്കെ കേൾക്കും, പക്ഷെ അവര് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് വരെ അവരതിനകത്ത് പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒപ്പിക്കാറുണ്ട്. ആൺകുട്ടികളാണ് കൂടുതൽ എന്തെങ്കിലും അല്ലെ? പ്രത്യേകിച്ച് നമ്മുടെ ബാത്റൂമിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരച്ചിടും. അതൊരു ബാഡ് പറഞ്ഞോട്ടെ മിസ്സേ, അവിടെ ഒരു ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റില് ആൺകുട്ടികൾ മൂത്രം ഒഴിച്ച് അതെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ അവിടുത്തെ ആയ എന്നോട് പറഞ്ഞു, മിസ്സേ പോകുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേന്ന്. ഞാൻ വലിയ നേരത്തെ ചെന്ന് നോക്കിയപ്പോ കൊണ്ട് രണ്ടുപേരും കാര്യമായിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ബക്കറ്റിനകത്ത് മൂത്രം ഒഴിച്ച് വെക്കുക. അപ്പോഴത്തേക്കും ഞാൻ ദൈവമേ മിസ്, ആ ആന്റി പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. പിന്നീട് ചെല്ലുന്നവർ ആ വെള്ളം അവർക്ക് അറിയുന്നില്ലല്ലോ ഇത് എന്താണ് ചെയ്യുന്നത്. ബക്കറ്റിൽ മൂത്രം ഒഴിച്ച് വെക്കും. ആൺകുട്ടികളാണ് കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ എന്തിനാ അങ്ങനെ ബക്കറ്റ് വെച്ചിരിക്കുന്നത്? എന്താ ഓപ്പൺ സ്പേസിലാണോ? ബാത്റൂമിൽ അവർക്ക് ഒരു ബക്കറ്റ്, ഒരു മഗ് അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ആ ബാത്റൂമില് ഒരു ബാത്റൂമാണ് ഈ UKG സ്റ്റുഡൻസിന് കൊടുത്തേക്കുന്നത്. അപ്പോ അവിടെ മിസ്സുമാരും അത് ഉപയോഗിക്കും. അതായത് KGയിലെ മിസ്സുമാരും അവിടെയാണ് പോകുന്നത്. ആ ബാത്റൂമിൽ തന്നെ പോവാം. ജസ്റ്റ് കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെ ചോദിക്കുന്നുള്ളൂ കേട്ടോ. അതിന്റെ ബാക്കി നമുക്കത് എടുക്കാം. ഇപ്പൊ ബാത്റൂം മാനേഴ്സിൽ ഏകദേശം നിങ്ങൾ പറഞ്ഞു. ബെഡ്റൂം മാനേഴ്സിൽ കുട്ടികൾ എന്തൊക്കെയാണ് ബെഡ്റൂം മാനേഴ്സിൽ കരുതേണ്ടത്? ശരണ്യ, വിനേഷ്. ശരണ്യ. ബെഡ്റൂമില് ഇപ്പൊ പറയുകയാണെങ്കിൽ ആ ഒരു ബെഡില് കിടന്നെണിക്കുമ്പോ ആ ഒരു പുതപ്പ് ഒക്കെ നന്നായി മടക്കി വെക്കാനും രീതിയൊക്കെ നന്നായി ഇതാക്കാനും പഠിക്കണം. ചിലപ്പോ ബുക്സും കാര്യങ്ങളൊക്കെ നേരത്തെ എണീക്കണം. ഒരു 6, 6:30, 7 മണിയൊക്കെ ആകുമ്പോൾ എണീക്കണം. പിന്നെ അതുപോലെ തന്നെ ഒരു 9:30, 10 മണിയൊക്കെ ആകുമ്പോൾ കെടുക്കണം. പക്ഷെ എന്റെ മക്കൾ അങ്ങനെയല്ല കേട്ടോ മിസ്സേ, 12 മണി 1 മണിയാകും കെടുക്കാനും. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്, കുട്ടികളെ ബാധിക്കാനുണ്ട്? എന്താ സാർ? പിന്നെ എന്തൊക്കെയുണ്ട്? വെറുതെ ഉറങ്ങുന്ന സമയത്തും ബെഡ്ഷീറ്റ് കാര്യങ്ങൾ മാത്രം മടക്കി വെക്കുന്നതാണോ? വേറെ എന്തൊക്കെയുണ്ട്? വേറെ എത്രയേ ഉള്ളൂ? ഓക്കെ, കുഴപ്പമില്ല. വേറെ ആര് പറയും? ജയശ്രീ എന്ന് പറഞ്ഞോളൂ. ബെഡ്റൂം മാനേഴ്സ് എന്തൊക്കെ പാലിക്കണം? ബെഡ്റൂം മാനേഴ്സിൽ മിസ് മുറി വൃത്തിയായി സൂക്ഷിക്കണം. പിന്നെ കിടക്ക ഉപയോഗിച്ചതിന് ശേഷം ശരിയായി ക്രമപ്പെടുത്തണം. തുണികളൊന്നും വലിച്ചെറിയരുത്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങളുടെ മുറി ഒന്ന് ചിന്തിച്ചിട്ട് പറയണം കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ. ബെഡിൽ കിടക്കാൻ പോകുമ്പോൾ കാല് കഴുകിയിട്ട് കയറിയിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് വേണം കിടക്കാൻ. അത് മസ്റ്റാണ്. എഴുന്നേൽക്കുമ്പോഴും പ്രാർത്ഥിക്കണം, കിടക്കുമ്പോഴും പ്രാർത്ഥിക്കണം. ചെയ്യാറുണ്ടോ പിള്ളേരെ? ഇത് മാനേഴ്സിൽ പെടുമെന്ന് പറഞ്ഞൂടാ. എന്നാലും മുറിയിൽ ശബ്ദം ഉണ്ടാക്കാതിരിക്കും. ഒച്ചപ്പാടും ബഹളം. അതൊക്കെയാണ് നിങ്ങളുടെ ഐഡിയയിലുള്ള ബെഡ്റൂം മാനേഴ്സ്. ഓക്കെ, ഇനി ജനറൽ മാനേഴ്സ്, കുട്ടികളിൽ പാലിക്കുന്ന പൊതുവായ മര്യാദകൾ എന്തൊക്കെയായിരിക്കും? കോമൺ ആയിട്ട് കുറച്ചൊന്ന് പറയാൻ പറ്റുമോ? മിസ്സേ, അത് മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണം. വെരി ഗുഡ്. വിഷ് ചെയ്യണം. അവര് ഇപ്പൊ മിസ്സിനെ കണ്ടാൽ വിഷ് ചെയ്യണം. അത് രാവിലെ ആണെങ്കിൽ മോർണിംഗ് വിഷ് ചെയ്യണം. ഈ ഉച്ചയ്ക്കാണെങ്കിൽ അങ്ങനെ വിഷ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒരു താങ്ക് യു, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് കേൾക്കുന്നവർക്കും അതൊരു നല്ല ഇതാണ് കുട്ടികളുടെ. ഇപ്പൊ പിള്ളേരെ എന്നോട് പറയും, അവരെന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അമ്മ താങ്ക്സ് പറയുന്നല്ലേ എന്ന് ചോദിക്കും.
എന്നെ കൊണ്ട് ടാങ്ക്സ് പറയിപ്പിക്കും അവര്. അമ്മ എന്താ ടാങ്ക്സ് പറയാത്തതെന്ന്. എന്തെങ്കിലും ഒന്ന് മോളോട് കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ അത് കൊണ്ടുവന്ന് വരുമ്പോ ഞാൻ അവളോട് ടാങ്ക്സ് പറയണം. ഞാൻ ചിലപ്പോ മറന്നു പോകും. അപ്പൊ ചോദിച്ചു വാങ്ങിക്കും അല്ലെ? ഓക്കെ. ഇനി കുട്ടികളൊരു കോമൺ ആയിട്ടുള്ള പ്ലേസിൽ പാലിക്കേണ്ട മര്യാദ എന്താണ്? കോമൺ പ്ലേസിൽ ഇപ്പൊ ഒരു ഫംഗ്ഷൻ ഒക്കെ നടക്കുമ്പോ കുട്ടികൾ എന്തൊക്കെ മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്? വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. ഞാൻ പേര് വിളിക്കാം. മിണ്ടാതെ കുറെ പേര് ഇരിക്കുന്നുണ്ട്. നിമ്മി എന്താ നോക്കട്ടെ കേട്ടോ. നിമ്മി ജോബി മഞ്ചൽ. എന്ത് പേരത്? മിണ്ടൂല. രേഷ്മ കൃഷ്ണൻ മിണ്ടൂല. ശ്രുതി മിണ്ടു, എനിക്കറിയാം. ശ്രുതി എന്തോ ഞാൻ വീണ്ടും പൊട്ടത്തരം പറയാനല്ലേ ഞാൻ മിണ്ടാറുണ്ട്. ശ്രുതി പറയുന്നു. ശ്രുതി കോമൺ ആയിട്ട് ഒരു ഫംഗ്ഷന് കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ കുട്ടികളോട് എന്തൊക്കെ പാലിക്കേണ്ടതുണ്ട്? എന്തൊക്കെ മര്യാദകൾ കാണിക്കണം അവിടെ? ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ പറയും അവിടെ ചെല്ലുമ്പോ മിണ്ടാതിരിക്കണോന്ന്. കാരണം അടങ്ങിയിരിക്കത്തില്ല. കുട്ടികളെ സംബന്ധിച്ചുള്ള അടങ്ങിയിരിക്കത്തില്ല. പൊതുവെ ചില കുട്ടികളുടെ ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കുമെങ്കിലും ചില കുട്ടികൾ ഓടി നടക്കും. പേരൻസ് അതിന് പുറകെ നടക്കണം. ഏതൊരു ഫംഗ്ഷന് പോകുമ്പോഴും പേരൻസിന് വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അതാ. പിള്ളേരെ പുറകെ ഓടി നടക്കണം. നമുക്ക് പോകുന്ന ഒരു പരിപാടിയാണെങ്കിൽ പോലും പേരൻസിന് അതൊന്നും അറ്റൻഡ് ചെയ്യാൻ കുട്ടികൾ സമ്മതിക്കാറില്ല. കുട്ടികൾ പൊതുവെ ഓടി നടക്കും. അവിടെ എവിടെയും ചെന്ന് പിടിക്കുക, അതൊക്കെയാണ്. എനിക്ക് 2 മക്കളുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. വ്യക്തമായിട്ട് അറിയാം അല്ലെ? ഇതൊക്കെ കുട്ടികളുടെ ജനറൽ മാനേഴ്സ് ആണ്. പിന്നെ നമ്മള് പിന്നെ ഒരു സൊസൈറ്റി റിലേറ്റ് ചെയ്ത് വന്നൊരു പോയിന്റ് ആണ്. പിന്നെ എന്താണ്, നമ്മളിപ്പോ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടികള് മുതിർന്ന ആൾക്കാർക്ക് മാറിക്കൊടുക്കാറുണ്ടോ? അത്യാവശ്യം വലിയ കുട്ടികളാണെങ്കിൽ മാറിക്കൊടുക്കാറുണ്ടോ ബസ്സിലെ? ഉണ്ട് മിസ്സേ. എന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ അവരോട് പറയും, മക്കളെ ഞാൻ എഴുന്നേക്കാൻ പോവാണെന്ന് അവർക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ തന്നെ അവര് തന്നെ എഴുന്നേക്കും. വേണ്ട അമ്മ ഇരുന്നു, ഞാൻ കൊടുത്തോളാം. മുതിർന്നവരെ കാണുമ്പോ എഴുന്നേക്കും ബസ്സിലൊക്കെ. വെരി ഗുഡ്. അത്രയൊക്കെ ഈ ചാപ്റ്ററിലുള്ളൂ കേട്ടോ. ചാപ്റ്റർ ആണിപ്പോ തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ എടുത്തു തരാം. മാനേജ്മെന്റ് ഫ്രണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കുഞ്ഞു ചാപ്റ്റർ ആയതുകൊണ്ട് വേഗം ചാപ്റ്റർ തീരുന്നുണ്ട് മിസ്. ചാപ്റ്റർ തീരുന്നുണ്ട്. ഇവിടെ എത്തുമ്പോ നിങ്ങൾ നിൽക്കും. ഇവിടെ നിന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് നിൽക്കും കേട്ടോ. ഇനി 10th ചാപ്റ്റർ ഞാൻ അടുത്ത ഫ്രൈഡേ എല്ലാവരും ക്ലാസ്സിൽ കയറണം കേട്ടോ. അടുത്ത ഫ്രൈഡേ എല്ലാവർക്കും സെമിനാറിന്റെ ടോപ്പിക് തരും. എല്ലാവരും ക്ലാസ്സിൽ കയറണം കേട്ടോ. 10ാമത്തെ ചാപ്റ്റർ എനിക്ക് ഓരോരുത്തർക്കും ടോപ്പിക് ഡിവൈഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. മാർക്ക് ഉള്ളതാണ്. സെമിനാർ പ്രസന്റേഷൻ നല്ലോണം ചെയ്യാം. അതായത് നിങ്ങൾ ക്ലാസ് എടുക്കുക. ഇപ്പൊ ഞാനിവിടെ എടുക്കുന്ന പോലെ ഇപ്പൊ സൂപ്പർവിഷൻ ആണ് ടോപ്പിക് എങ്കിൽ അതെന്താണെന്നുള്ളത് നിങ്ങൾ എടുക്കുക. ഇതാണ് ചാപ്റ്റർ ഞാൻ കാണിച്ചുതരാം കണ്ടോ. ഈ 10ാമത്തെ മാൻ ആൻഡ് എൻവയോൺമെന്റ്. ഇതിലെ ഫസ്റ്റ് കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. റിന്യൂവബിൾ റിസോഴ്സ്, നോൺ റിന്യൂവബിൾ റിസോഴ്സ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ തുടങ്ങി ഹ്യൂമൻ ഇന്ററാക്ഷൻ വിത്ത് റിസോഴ്സസ് തുടങ്ങി ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്കും എല്ലാവർക്കും എല്ലാവരും നിർബന്ധമായിട്ട് എടുത്തേ മതി കേട്ടോ. എയർ പൊല്യൂഷൻ എന്താണ്, അതിന്റെ കാരണങ്ങൾ എന്താണ്? ലാൻഡ് പൊല്യൂഷൻ എന്താണ്, അതിന്റെ കാരണങ്ങൾ, അതിന്റെ കോൺസിക്വൻസസ്. സൗണ്ട് പൊല്യൂഷൻ എന്താണ്? റേഡിയേഷൻ പൊല്യൂഷൻ എന്താണ്? പിന്നെ നമ്മുടെ പൊല്യൂഷൻ ബോർഡ്സിന്റെ കുറച്ച് ആക്ടുകൾ ഉണ്ട്. ആ ഓരോ ആക്ടുകളും ഓരോരുത്തരും എടുക്കണം കേട്ടോ. എന്താണെന്ന് ബ്രീഫ് ചെയ്തെങ്കിലും പറഞ്ഞാൽ മതിയാവും. പിന്നെ ഈ ഒരു ടോപ്പിക്കാണ് ലാസ്റ്റത്തെ മേജർ ഗ്ലോബൽ എൻവയോൺമെന്റ് ത്രെറ്റ്സ് എന്ന് പറഞ്ഞൊരു 10 ടോപ്പിക് ഉണ്ട്. 10ഉം എല്ലാവർക്കും തരും. ഓരോരുത്തരും എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ടോപ്പിക്ക് തരുമ്പോ എല്ലാവരും ഇത് എഴുതിയെടുക്കണേ. എഴുതിയെടുത്തിട്ട് ആരും ഇങ്ങനെ എനിക്ക് പറ്റില്ല, ലീവ് ആണെന്നൊക്കെ പറഞ്ഞാൽ ആരും എടുക്കാതിരിക്കരുത്. എല്ലാവരും കയറി സെമിനാർ ടോപ്പിക് എടുത്തേ മതിയാവും കേട്ടോ. ഈ ഒരു ചാപ്റ്റർ തുടങ്ങിയാൽ പിന്നെ കംപ്ലീറ്റ് എല്ലാ ക്ലാസ്സിലും നിങ്ങൾക്ക് ഓരോരുത്തർ കഴിയുമ്പോൾ അടുത്ത ആൾക്കാർ പ്രിപ്പയർ ആയിരിക്കും. ഓരോ ടോപ്പിക്സ് കഴിയുന്നതനുസരിച്ച് പ്രിപ്പയർ ആയിരിക്കും. ഓക്കെ, അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. സൈൻ ഔട്ട് വേണമെന്നില്ല. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. എടോ ഐശ്വര്യ എന്താണ് ഇനി തിരിച്ചു പോണേ? പോണ്ടോ?
അറിയില്ല ഐശ്വര്യ ഇപ്പൊ കിട്ടുന്നില്ല മെസ്സേജ് ഒന്നും, തിരക്കായതുകൊണ്ടേ, യാത്രയൊക്കെ ആയതുകൊണ്ട്. ഐശ്വര്യക്ക് പാടില്ലായിരുന്നു ക്ലാസ്സിൽ മിസ്. ഐശ്വര്യ ധനേഷ് അല്ലേ പറയുന്നേ? ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ. രണ്ട് ഐശ്വര്യ ഉണ്ട് ഐശ്വര്യ മിസ്സേ. ധനീഷല്ല. ഐശ്വര്യ ധനേഷിന്റെ കാര്യമാണോ ഇന്ന് മിസ്സേ? ഇന്ന് കണ്ടായിരുന്നു. രണ്ട് ഐശ്വര്യ ഉണ്ട് ക്ലാസ്സിലുണ്ടായിരുന്നു മിസ്സേ. തോന്നുന്നു. ആണോ? പിന്നെ ഏത് ഐശ്വര്യയുടെ നിങ്ങൾ പറയുന്നത്? ഐശ്വര്യ രാഹുൽ മിസ്. അതെ, ഓ, ഇപ്പൊ വന്നില്ലേ? കൗൺസിലർ. കുറച്ച് വണ്ണമുള്ള കുട്ടിയല്ലേ? യെസ്, ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ ചോറ്റാനിക്കരയിലുണ്ട്. ഞാൻ ഐശ്വര്യനെ ചോദിക്കുന്നത്. ഐശ്വര്യ ഇപ്പൊ നേരത്തെ പോകുന്നത് നന്നായി അല്ലേ? ഇല്ല, എവിടെയാണ് കിട്ടുകയാണ്? ഓക്കെ ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ആയിക്കോളൂ കേട്ടോ.